ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ശുഭാനന്ദമാത്മാവിൽ ദിനം തോറും വാഴട്ടെ. ഭേദബുദ്ധി മാറട്ടെ, ആത്മബോധം വാഴട്ടെ. സത്യധർമ്മം പുലർത്തി നിത്യശാന്തി കാണട്ടെ. ഉൾക്കുരുന്നിൽ ശുഭാനന്ദം തുള്ളിക്കളിച്ചിടട്ടെ. സർവജ്ഞാനം എന്ന് പറയുമ്പോൾ പൂർണ്ണതയാണല്ലോ. ജ്ഞാനം എന്ന് പറഞ്ഞാൽ അത് അറിവെന്ന് മാത്രമേ ഉള്ളൂ. സർവജ്ഞാനം എന്ന് പറയുമ്പോൾ അതിൻ്റെ പൂർണ്ണതയാണ്. സർവ്വതും അതിലടങ്ങിയിരിക്കുക. കാര്യം നമ്മളോട് നമുക്കറിയാവുന്ന ചരിത്രങ്ങളും കാര്യങ്ങളും അതുപോലുള്ള വ്യവസ്ഥകളും സർവ്വതും ഇണങ്ങി ഒന്നായി തീർന്നൊരവസ്ഥയാണ് സർവജ്ഞാനം. ആ സർവജ്ഞാനത്തിൻ്റെ കൂടിയാണ് ഭഗവാൻ ഈ ലോകത്തെ സൃഷ്ടിച്ചതും സ്ഥിരീകരിച്ചുകൊണ്ടിരിക്കുന്നതും. ആ സർവജ്ഞാനം ആത്മാക്കളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയാണ് ഭഗവാൻ ഇങ്ങനൊരു സർവജ്ഞാനം കൂടെ ഉത്സവം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്തിരിക്കുന്നത്. കാര്യം എല്ലാവരും അറിവുള്ളവരായി തീരണം, അറിവിൽ കൂടി വളരണം. അറിവിൽ കൂടി വളരുമ്പോൾ മാത്രമേ ആദർശത്തെപ്പറ്റി അവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ. ആദർശത്തെപ്പറ്റി അവർ മനസ്സിലാക്കുമ്പോഴാണ് കൂടുതൽ അതിലേക്ക് അടുക്കുവാൻ കഴിയും. ആദർശം എന്ന് പറയുന്നത് നമുക്ക് ഈ ലോകത്തിൽ വെച്ചപ്പോൾ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ ഈശ്വര വിശ്വാസത്തിൽ കൂടി ജീവിക്കുന്നവർക്ക് നിത്യവും ആ ഈശ്വര കാരുണ്യത്തിൽ കൂടി നല്ലൊരു ജീവിതം നയിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമാണ് ആത്മബോധ സംഘം. ആത്മബോധ സംഘത്തിൻ്റെ നിയമപ്രകാരം അതിൻ്റെ ആചാരപ്രകാരം ജീവിക്കുന്ന ഏതൊരു വ്യക്തിക്കും അതിൻ്റേതായിട്ടുള്ള സൽഫലങ്ങൾ എപ്പോഴും അനുഭവിച്ച് ജീവിക്കാൻ പറ്റുന്നൊരു പ്രസ്ഥാനമാണ്. കാരണം മനുഷ്യ ജീവിതത്തിൽ മനുഷ്യന് എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഏതു വിധത്തിൽ ജീവിച്ചാൽ ആ മനുഷ്യനെ ഈശ്വരനോട് ഒത്തുനിന്ന് കണ്ട് കർമ്മം ചെയ്ത കർമ്മത്തിൽ കൂടി ആ മനുഷ്യനെ രക്ഷ പ്രാപിക്കാൻ പറ്റുന്ന ആ രീതികൾ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ വ്യവസ്ഥകൾ എന്താണെന്ന് വളരെ വ്യക്തമായി തന്നെ ഗുരുദേവന്മാർ നമ്മളെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ആനന്ദി ഗുരുദേവൻ്റെ വാഴ്ചക്കാലം മുതൽ നമ്മൾ വളരെ ആ ജ്ഞാനങ്ങളാണ് ലോകത്തിന് വേണ്ടി ഭഗവാൻ നമുക്ക് വേണ്ടി ദാനം ചെയ്തു. കാരണം നമ്മളറിയാത്ത അറിവുകൾ, ഗ്രന്ഥങ്ങളിൽ കൂടി നമ്മൾ ഗ്രഹിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഗ്രന്ഥത്തിൽ കൂടി നമ്മൾ അറിഞ്ഞിട്ടില്ലാത്ത അറിവുകളാണ് ഈ ലോക ചരിത്രങ്ങളെപ്പറ്റിയും മനുഷ്യ ജന്മങ്ങളെപ്പറ്റിയും ഭഗവാൻ നമുക്ക് ദാനം ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഭഗവാന്റെ ആ തിരുഹൃദയത്തിൽ നിന്നും ഉദിച്ചുയർന്ന അറിവുകളാണ് ഇന്ന് ഈ ആത്മസംഘത്തിൽ ഇത്രത്തോളം വളർത്തിയെടുക്കാൻ കാരണമായി തീർന്നത്. ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ അതേ ശക്തിയും ചൈതന്യവും ഉൾക്കൊണ്ടു നിന്നുകൊണ്ട് ആനന്ദീയ ഗുരുദേവനിൽ കൂടി 26 വർഷക്കാലത്തെ ആ ത്യാഗജീവിതം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അറിഞ്ഞ് അനുഭവിച്ചവർക്ക് മാത്രമേ അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ പറ്റൂ. അതുപോലെ ത്യാഗം സഹിച്ചുകൊണ്ട്, കാരണം ഒരു കാലഘട്ടത്തിൽ അവിടെ ഒന്നുമില്ലാത്തൊരു കാലഘട്ടം. അങ്ങനെയുള്ള ആ ആദർശമാണ് ഇന്ന് ഭഗവാന്റെ ത്യാഗത്തിൽ കൂടി അതിനെ ഉയർത്തിക്കൊണ്ടുവന്ന് ഇത്രത്തോളം സൗഭാഗ്യത്തിലെത്തിച്ച് നമുക്കൊക്കെ അത് അനുഭവിക്കാനുള്ളൊരു ഭാഗ്യം കിട്ടി. അത് ആനന്ദി ഗുരുദേവൻ്റെ ആ തിരുവാഴ്ചക്കാലം. ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ സമാധിയായതിന് ശേഷം ആ 41-ൻ്റെ ആരാധന അല്ലെങ്കിൽ പ്രാർത്ഥന കൊറ്റാറുകാവ് ആശ്രമത്തിൽ നടന്ന് അതിൻ്റെ 41-ൻ്റെ ആരാധനയോടുകൂടിയാണ് ആനന്ദി ഗുരുദേവ തിരുവടികൾ ചെറുകോലിലേക്ക് എത്തുന്നത്. ഒന്നുമില്ലാത്ത സ്ഥലത്തേക്ക് കടന്നു വന്നു എന്നുകൊണ്ട് ആ ത്യാഗവും ആ പ്രാർത്ഥനയും ആ സങ്കടങ്ങളും അതിൻ്റെ എല്ലാം ഫലമാണ് ഇന്ന് ചെറുകോൽ ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ ഇന്ന് കാണപ്പെടുന്നതെല്ലാം നമുക്ക് കാണാനും അനുഭവിക്കാനും കാരണമായി തീർന്നു.
ശുഭാനന്ദ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യൻ ഒരാളുണ്ടായിരുന്നു, പപ്പുവാശാൻ എന്നാണ് അറിയപ്പെടുന്നത്. അത് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഒരു അപ്പൂപ്പനായിരുന്നു. അദ്ദേഹം ജന്മനാലെ ഒരു ആത്മീയവാദിയും ഭജനക്കാരനും ഒക്കെ ആയിട്ട് അന്നത്തെ നാട്ടുപുറത്തെ അറിയപ്പെടുന്ന ഒരു വ്യക്തിയും മാന്യനും ഒക്കെ ആയിരുന്നു. അദ്ദേഹമാണ് ശുഭാനന്ദ ഗുരുവുമായിട്ട് ബന്ധപ്പെട്ട് ആ ഗുണം ലഭിച്ച ഒരു മഹൽ വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിൽ കൂടെയാണ് കുടുംബാംഗങ്ങൾക്കൊക്കെയും മാതാപിതാക്കൾക്കൊക്കെ പാദത്തിലെത്തുവാനും അപ്പോൾ നല്ല പാതയിൽ കൂടെ നമുക്ക് ബന്ധപ്പെടാനൊരു ഭാഗ്യം തന്ന ആ മഹൽ വ്യക്തിയെ കൂടാം. അങ്ങനെ കണക്കാക്കുമ്പോൾ നമ്മൾ 3-ാം തലമുറയാണ്. ആത്മബോധോദയ സംഘം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള ഒരു പ്രസ്ഥാനങ്ങളോടും പ്രവർത്തനങ്ങളോടും ബന്ധപ്പെടുന്ന അല്ല, അങ്ങനെ ബന്ധപ്പെടാൻ വെക്കുന്ന കാര്യങ്ങളുമല്ല. സാധാരണ മനുഷ്യനിൽ നിന്ന് കിട്ടുന്ന അറിവല്ല, ദൈവത്തിൽ നിന്നുള്ള ഉത്ഭവജ്ഞാനമാണ്, ആത്മാർത്ഥജ്ഞാനമാണ്. അത് കലർപ്പില്ലാത്തതാണ്. അത് മറ്റൊന്നിൽ നിന്ന് പകർന്നതും പകർത്തുന്നതും ഒന്നുമല്ല. അത് തനിയായ സ്വയംഭുവായ ഒരു ആത്മജ്ഞാനമാണ്, ഒരു പ്രത്യേകതയാണ്. അത് ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടുന്ന ഒരു അനുഭവ ഗുണമാണ്. അതൊന്നിനോട് ബന്ധപ്പെടുന്നതും ഒന്നിനോട് ബന്ധപ്പെടുത്താൻ ഒക്കുന്നതുമല്ല. ഇന്ന് ഈ ലോകത്തിൽ കാണുന്ന ഒരു കാര്യങ്ങളുമല്ല ആത്മബോധോദയം. ആത്മാവിൽ ബോധം ഉദയമാക്കുന്ന പ്രസ്ഥാനമാണ് ആത്മബോധോദയം, ആത്മബോധോദയ സംഘം. അതാണ് ദൈവത്തിൻ്റെ ആ ഹൃദയത്തിൽ മുഴുകുന്ന ജ്ഞാനങ്ങളാണ് അതിൻ്റെ ആ ഉൾക്കാമ്പായിട്ടുള്ള കാര്യങ്ങൾ. അത് നമ്മളൊരു വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ടോ പാട്ട് പാടിയത് കൊണ്ടോ ഒന്നും കാര്യമാകത്തില്ല. അത് നമ്മുടെ ഉള്ളിൽ പതിപ്പിച്ചുകൊണ്ട് ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ശബ്ദം പാലിച്ചുകൊണ്ട് നല്ല ജീവിതം ചെയ്ത് കുറവുകളെ പരിഹരിച്ച് നല്ലവരാകണം. അതാണ് ഇപ്പോഴത്തെ തലമുറയായാലും നമ്മുടെ പുറകെ വരുന്നവരോടായാലും നമ്മുടെ എളിയ അറിവ് അത് പറയാം, അത് മാത്രമേ അത് പറയാനുള്ളൂ. അതാണ് അവർക്ക് നമുക്ക് പറഞ്ഞു കൊടുക്കാനുള്ള കാര്യമെന്ന് പറയുന്നത്. ലക്ഷ്യമെന്ന് പറയുന്നത് ഭഗവാന് ആത്മാക്കളെ നന്നാക്കി എടുക്കണം. മൂഢത്വങ്ങളും ഇന്നത്തെ ദുരാചാരങ്ങളും അഷ്ടങ്ങളൊന്നുമില്ലാതെ നല്ല വാക്ക് നല്ല കർമ്മങ്ങൾ ആത്മലോകത്തിന് പകർന്നു കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയയായിരുന്നു ഭഗവാൻ അന്ന് നടത്തിക്കൊണ്ടിരുന്ന. വിട്ടുപോകുമ്പോഴേയും അത് തന്നെയായിരുന്നു ക്ഷീണശ്രമം ചെയ്തത്. അതിൻ്റെ ഫലം അടുത്ത് വന്ന ആത്മാക്കൾക്കൊക്കെയും ആ പരമാനന്ദം പരമസുഖം ഒന്നുപോലെ അനുഭവപ്പെടുവാൻ ഭാഗ്യം ദാനം തന്നു. എൻ്റെ ഓർമ്മ കൊച്ചുപ്രായം മുതലേ ഉള്ള എൻ്റെ ഓർമ്മ അനുസരിച്ച് അന്നും ശുഭാനന്ദാശ്രമത്തിലെ പ്രധാന കാർമ്മികത്വം, അതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹത്തിൽ തന്നെയായിരുന്നു. അന്ന് എൻ്റെ ഉദ്ദേശം 40 വയസ്സ് താഴെ തന്നെ പ്രായതന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ചെറുപ്രായത്തിലെ ഓർമ്മ കാര്യമായി പറയുന്നത്. അന്ന് മാതാപിതാക്കളും അവിടെ ബന്ധപ്പെട്ട ആത്മാക്കളൊക്കെയും പറഞ്ഞു കേട്ട കാര്യങ്ങൾ, ഇദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളുടെ അനേക കുട്ടിക്കാലം മുതൽ തന്നെ പക്ഷിബാധ എന്നതൊക്കെ പറയുന്ന ഒരു അസുഖമുണ്ടായി. പല കുട്ടികളും മരിച്ചുപോയി. അങ്ങനെ ഈ കുട്ടിക്കും അതുപോലെ മരണാവസ്ഥയിലെത്തിയ ഒരു ഘട്ടത്തിലാണ് മാതാപിതാക്കൾ ഇങ്ങനെ അമ്പറ്റിയൊക്കെ കൊണ്ടുവന്ന് അഭയം പ്രാപിക്കുകയും ഇങ്ങനെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോയി, ഇതിനെ തിരിച്ച് തരണമെന്ന് അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ പറഞ്ഞു, ശരി, ഇവനും ആയുസ്സില്ല, ആയുസ്സിന് എൻ്റെ ആയുസ് കൊടുത്ത് ഞാൻ ഇവനെ വീണ്ടെടുക്കാം, പക്ഷേ ഇവനെ എനിക്ക് തരണം എന്നാണ് മാതാപിതാക്കളോട് ആവശ്യപ്പെട്ടത്. അവരെ ചിന്തിച്ചപ്പോഴേ നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് കാണാൻ പോലും കിട്ടത്തില്ലല്ലോ. അപ്പം ഗുരുവിൻ്റെ ശബ്ദം വരെ സമ്മതിച്ചു, അതുപോലെ ചെയ്യാവേ എന്ന് പറഞ്ഞു. അതാണ് കാലക്രമേണ നേർച്ചയായിട്ട് തന്നെ ശുഭാനന്ദ ഗുരുവിനെ കാഴ്ചവെക്കുകയും സ്വീകരിക്കുകയും ചെറുപ്രായത്തിൽ തന്നെ സന്യാസം കൊടുക്കുകയൊക്കെ ചെയ്ത കാര്യങ്ങളാ പിന്നെ പുറകെ ഇങ്ങോട്ട് പോരുന്നത്. കുടുംബത്തിൻ്റെ സ്നേഹം വർണ്ണിക്കുന്ന ഒരു കാലയളവ് പറയാം. അനന്തരൂരൻ്റെ കാലത്ത് നമ്മുടെ കരിയത്ത് തങ്കപ്പൻപിള്ള പക്കതിൻ്റെ മകൻ്റെ ഒരു നേർച്ചയായിട്ട് 60,000 രൂപ ഗസ്റ്റ് ഹൗസ് പണിയാൻ അനന്തരൂരൻ്റെ കൊണ്ട് കൊടുത്തു. ആ ഗസ്റ്റ് ഹൗസ് പണിയാൻ 60,000 രൂപ കൊടുത്ത് പറ്റിയത് വാങ്ങിച്ചവിടെ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാധന നടക്കുന്നു. ഫ്രണ്ടിൽ കൂടെ ഒരു വിറച്ചൊരു പ്രായം ചെന്ന് വല്യമ്മ കയറി വരും. അപ്പം എല്ലാവരും ഇരി അവിടെ ഇരി എന്ന് പറഞ്ഞു. പറ്റി സ്റ്റേജിൽ എഴുന്നേറ്റ് വില വന്നിട്ട് പറഞ്ഞു, ആൾക്കാർ 2 സൈഡിലോട്ടും മാറിക്കൂടെ, ആ വല്യമ്മയെ കയറ്റി വിടുന്നു പറഞ്ഞു. വല്യമ്മയെ കയറ്റി വിട്ട് അടുക്ക വന്ന പറ്റിയാ പിടിച്ച് ആളിനെ പിന്നെ അടുത്ത് വരുത്തി കയറ്റുന്നത്. കയറ്റിയപ്പം വല്യമ്മയുടെ കയ്യിൽ നിന്നൊരു
കൊച്ചു നാണയത്തൊട്ട് അമ്പൂറ്റിക്ക് കൊടുത്തപ്പം അമ്പൂറ്റി പറഞ്ഞു, ഇന്ന് നേർച്ചയായി 60,000 രൂപ ഗസ്റ്റ് ഹൗസ് പണിയാൻ ഞാൻ ഈ കൈ കൊണ്ട് വാങ്ങിച്ചതാണ്. അതിനേക്കാൾ വിലപ്പിടിപ്പുള്ള കാശാണ് ഈ വലിയ മേടിച്ചിരിക്കുന്നത്. 60,000 രൂപയേക്കാൾ വിലപ്പിടിപ്പാണ് ഈ ചെറിയ നാണയം. അങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ ഒരുപാട് പറ്റി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഓഡിറ്റോറിയം പണിത വർഷമാണ് ചെല്ലുന്നത്. ഓഡിറ്റോറിയം പണിത വർഷമാണ് ഞങ്ങൾ ചെല്ലുന്നത്. ആസ്ത്രം പിന്നെ ഓല മേഞ്ഞിട്ടല്ല, അന്നും ഈ ഷീറ്റുണ്ടായിരുന്നു. ഈ പുറത്തോട്ട് അത്രയും വലിപ്പമില്ലായിരുന്നെങ്കിലും അന്നും ഈ ആശ്രമം തന്നെ ഉണ്ടായിരുന്നു. ആ ആശ്രമം 3 നിലയിൽ അത്യുഗ്രമായ ഒരു ദേവാലയം പണിതിട്ട് എൻ്റെ പാദത്തിൽ 3 ദിവസം വരെ ക്യൂ നിൽക്കേണ്ടി വരുന്ന ഒരു കാലയളവ് ഉണ്ടാകുമെന്ന് കൽപ്പിച്ചിരുന്നു. ഭക്തജനങ്ങൾ വന്നിട്ട് എൻ്റെ ശരീരം കാണാൻ 3 ദിവസം വരെ ക്യൂ നിൽക്കുമെന്ന് കൽപ്പിച്ചു. അതിന്ന് കണ്ടൊരു 90% പൂർത്തീകരിച്ച് വരികയാണ്. ആ കാലയളവ് മുതൽ ഈ അടുത്ത കാലയളവ് വരെ അവിടുത്തെ താരാസൂകളിലൊക്കെ പങ്കുവിട്ടു. എല്ലാ താരാസൂകളിലും ഞങ്ങൾ പറഞ്ഞില്ലയോ, ആദ്യ കാലയളവിലൊക്കെ ഭക്ഷണ സാധനങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് പാചകം ചെയ്ത് ഗുരുപ്രസാദ് ഗുരുദേവൻ്റെ ആ ഭാഗത്ത് നമ്മുടെ അമ്പൂറ്റിയുടെ കൊട്ടാരമൊന്നും അവിടെ ഇല്ല. അവിടെ മരങ്ങളുടെ ചോട്ടിൽ കൊണ്ടുവച്ച് കഞ്ഞി വെച്ച് അത് കഴിച്ചിട്ട് അവിടുത്തെ മലവിസർജനം തന്നെ ചെയ്യുന്നത് നമ്മൾ ആറ്റിറമ്പിലൊക്കെ പോയി ചെയ്തുകൊണ്ടിരുന്നത്. നമ്മുടെ സച്ചിദാനന്ദ സ്വാമി താമസിക്കുന്ന ആ ഭാഗത്തൊക്കെയായിരുന്നു നമ്മുടെ സദ്യാലയം. നമ്മുടെ ഇന്നത്തെ സദ്യാലയങ്ങളൊന്നും അന്ന് അവിടെ ഇല്ല, അന്ന് സ്ഥലവും ഇല്ല. പിന്നീട് അവിടെ കൊണ്ട് ഇങ്ങനെ വളർന്ന് ഇങ്ങനെ അങ്ങ് വളർന്നതാണ്. ഭഗവാന്റെ ഈ തിരുശബ്ദം നാട് മുഴുവൻ പ്രചരിപ്പിച്ചൊക്കെ അങ്ങനെയാണ്. അതിനേക്കാൾ ഉപരി എന്ന് പറഞ്ഞാൽ 10 മടങ്ങ് അത്ഭുതകരമായിട്ട് ഭഗവാന്റെ തിരുരൂപം കാണിക്കാനിടയായിട്ടുണ്ട്. ഭഗവാന്റെ തിരുരൂപം, ആനന്ദഗുരുദേവൻ തിരുരൂപം കാണിക്കാനിടയായിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ ഭാര്യ ആത്മഹത്യ ചെയ്തത് മരണമടഞ്ഞ അതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വേണ്ടി നാട്ടുകാർ, ഈ വീട്ടുകാർ, സ്ഥലവാസികളെല്ലാം വന്ന് കണ്ട് ഈ ശവം കിടക്കുന്നത് കണ്ടിട്ട് എല്ലാവരും വിട്ട് പിരിഞ്ഞു പോയി. പോലീസ് വരെ വീടിന് കാവലുണ്ടായിരുന്ന കാലയളവിൽ അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ഈ ജീവനെ തിരിച്ചു തന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. അന്ന് ഭഗവാൻ നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് കാണാനൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. പ്രത്യക്ഷപ്പെട്ട ആ കാലയളവ് മുതൽ ഉറച്ച് ഞാൻ വിശ്വസിച്ചു, ഈ ഭൂമിയിൽ അഖിലാണ്ടത്തിൽ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് ശുഭാനന്ദ ഗുരുദേവനല്ലാതെ ഭൂമിയിൽ വേറാരുമില്ലെന്ന്. ആ ശുഭാനന്ദ ഗുരുദേവൻ തന്നെയാണ് തിരിച്ചു വന്ന് പ്രവർത്തിച്ചത്. ശുഭാനന്ദ ഗുരുദേവൻ തന്നെയാണ് 26 സംവത്സരവും അത്ഭുതം കാട്ടിയത്. ആ ശുഭാനന്ദ ഗുരുദേവനാണ് അന്നും ഇന്നും എന്നും ഈ ഭൂമി വാഴുന്നത്. അല്ലാതെ ഈ ശരീരവും എല്ലാം കടന്നു പോകും. ആ ശുഭാനന്ദ ഗുരുദേവൻ ഒരിക്കലും മരിക്കാത്തവനായിട്ട് ഈ അഖിലാണ്ടം മുഴുവൻ അടക്കി ഭരിക്കും. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ഹൃദയ പങ്കജം വികസിപ്പിക്കുന്നതാ പരമാത്മാവിൻ തിരുനാമം, പരമാത്മാവിൻ തിരുനാമം. ഭഗവാൻ ഭൂമിയിൽ വന്നു, ശുഭാനന്ദ നാമത്തിൽ അവതാരം ചെയ്തു എന്നൊരു സത്യാവസ്ഥ ആനന്ദജി ഗുരുദേവ തിരുവടിയുടെ വാഴ്ചയിലൂടെയാണ് എന്നെ സംബന്ധിച്ചും എൻ്റെ വീടിനെ സംബന്ധിച്ചും ഞങ്ങൾക്ക് അനുഭവപ്പെടുവാനുണ്ടായ കാരണമെന്ന് പറയുന്നത് ദൈവമാണെന്നോ ഒന്നും വിചാരിച്ചല്ല ശുഭാനന്ദാശ്രമ സങ്കേതത്തിൽ എത്തിയത്. എൻ്റെ അമ്മയ്ക്ക് മാറാത്തൊരു രോഗമായി ഞങ്ങൾ ചികിത്സയിലെല്ലാം താണ്ടി എങ്ങു നിന്നും ഒരു ശാന്തി കിട്ടാതെ ദേവാലയങ്ങൾ തോറും നടന്നു. അവിടെ നിന്നും എങ്ങും ഒരു സമാധാനം കിട്ടാതെയാണ് ചെറുകോൾ ശ്രീ ശുഭാനന്ദാശ്രമത്തിൽ എത്തിച്ചേർന്നത്.
അതൊരാൾ കാരണമാണ്. അപ്പോൾ അവിടെ വന്നപ്പോഴേക്കും ആനന്ദജി ഗുരുദേവനെയാകുന്നു ഞങ്ങൾ കാണുവാൻ അവസരമുണ്ടായത്. ആനന്ദജി ഗുരുദേവൻ്റെ തിരുവാഴ്ചയിലൂടെ ഞങ്ങൾക്കുണ്ടായതായ അനുഭവം എന്ന് പറയുന്നത് വളരെ വലുതാണ്. എന്താണെന്ന് വെച്ചാൽ ഒരൊറ്റ തിരുശബ്ദത്താലേ മാറാത്ത രോഗം, എൻ്റെ അമ്മയുടെ അസുഖം, ആനന്ദജി ഗുരുദേവൻ സാരമില്ല എന്നൊരു ശബ്ദം പറഞ്ഞിട്ട് ഒരു പച്ചമരുന്ന് പറഞ്ഞു കൊടുത്തു. അത് 3 ദിവസം മറ്റോ കഴിച്ച് അപ്പോഴത്തേക്കും അമ്മയുടെ രോഗം പരിപൂർണമായി മാറി. ഞങ്ങൾ ഇവിടെ ഒരു നേർച്ച പോലും ചെയ്തിട്ടില്ല. തൻ്റെ തിരുശബ്ദം അത്ര മഹത്വമാർന്നതായിരുന്നുവെന്ന് എൻ്റെ അച്ഛനും അമ്മയ്ക്കും വളരെ ബോധ്യപ്പെട്ടു. അപ്പോൾ തന്നെയുമല്ല, പിന്നെ എൻ്റെ അനുഭവം വേറെയാണ്. എനിക്ക് ഭഗവാനായി തന്നെ കാണുവാൻ ഉള്ള ആ ഉൾക്കാഴ്ചയിലൂടെ നമ്മുടെ ആത്മാവ് എന്നാൽ എന്ത്, ആത്മാവ് എന്തുകൊണ്ടാണ് തൃപ്തിപ്പെടേണ്ടത്, ആത്മാവ് തൃപ്തിപ്പെടേണ്ടത് പരമാത്മാവിൻ്റെ തിരുശബ്ദത്തിലൂടെ അടങ്ങിയിരിക്കുന്ന ജ്ഞാനത്തെ സമ്പൂർണമായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ആത്മാവ് സംതൃപ്തനാകൂ. അപ്രകാരം ആത്മാവ് പരിപൂർണ തൃപ്തിയായപ്പോൾ ദേഹത്തിൻ്റെ അസ്വസ്ഥതകളൊക്കെ മാറി എന്നുള്ളതാണ് ഞങ്ങളുടെ വലിയ അനുഭവം. ആ ആത്മാവിൻ്റെ പരിപൂർണമായ ആനന്ദം അനുഭവമായതോടുകൂടി പിന്നെ ദേഹത്തിന് എന്ത് അസ്വസ്ഥത വന്നാലും അത് നമ്മൾ പരിഗണനയിൽ എടുക്കുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ഒരു നിയന്ത്രണബോധമായി നമ്മുടെ ആത്മാവ് മാറിക്കഴിഞ്ഞിരിക്കും. എന്ന് പറഞ്ഞാൽ അതിന് ആ കാരണം എന്ന് പറയുന്നത് ഭഗവാന്റെ തിരുനാമ സങ്കീർത്തനമാണ്. തന്നെയല്ല, ശുഭാനന്ദ തിരുവതാരം സാക്ഷാൽ ഈശ്വരനാകുന്നു എന്ന് ഓരോ ആത്മാവിലും അനുഭവപ്പെടുവാൻ തക്കവണ്ണം തൻ്റെ ആനന്ദജി ഗുരുദേവ തിരുവഴിയുടെ ജ്ഞാന വർഷത്തിലൂടെയാണ് ആത്മാവ് അനുഭവമായി തീർന്നിട്ടുള്ളത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. അപ്രകാരം ഈ ഓരോ ആത്മാവും വിവിധ ചിന്താഗതികളിൽ വിവിധ കർമ്മങ്ങളിൽ ഏർപ്പെട്ട് ഈ ലോകത്തിൽ ജീവിക്കുന്ന ഈ കാലയളവിൽ ഒരു മനുഷ്യനെ മനസ്സിൻ്റെ നിയന്ത്രണബോധത്തിൽ എത്തിക്കുവാനുള്ള ആ കഴിവ്, അത് ദൈവത്തിൻ്റെ കഴിവ്. അതാണ് ആനന്ദജി ഗുരുദേവനിൽ അടങ്ങിയിരുന്നത്. അപ്രകാരം ആ കഴിവ് പ്രയോഗിച്ച് താൻ ഓരോ ആത്മാവിനെയും സ്വീകരിക്കപ്പെട്ടു. മദ്യപാനികളായാലും മറ്റ് വ്യഭിചാരികളായാലും പരദ്രോഹികളായാലും എന്ന് വേണ്ട ഹിംസ ചെയ്യുന്നവരായാലും ഇങ്ങനെ പല ദോഷങ്ങളിൽ നിന്നും മനുഷ്യാത്മാക്കളെ പിന്തിരിപ്പിച്ച് നന്മയിലൂടെ നയിക്കുന്നതായ ഒരു ഭയങ്കര കഴിവ്, ഒരു ശക്തി, ഒരു ദിവ്യജ്ഞാനം, ആനന്ദനാമ സങ്കീർത്തനം, ഇതെല്ലാം ആനന്ദജിയെ ഗുരുദേവ തിരുവടികളിൽ നിക്ഷിപ്തമായി നിലകൊള്ളുകയായിരുന്നു. അതായിരുന്നു ശുഭാനന്ദ രൂപം, അല്ലെ കലിയുഗത്തിലെ അവതാര പുരുഷൻ. അതാണ് നിഷ്കളങ്ക ജ്ഞാന ഖഡ്ഗി എന്ന് ബോധ്യപ്പെടുവാനുള്ള ഒരവസരം എന്നെ സംബന്ധിച്ച് എനിക്ക് അനുഭവമായി. എന്ന് വെച്ചാൽ ഭഗവാനെ നമ്മൾ ഈ ഭൂമി വെച്ച് കാണാൻ കഴിയുന്നതായ ഒരു വസ്തുവല്ല എന്നാണ് മിക്കവാറും ലോകം ചിന്തിച്ചിരിക്കുന്നതും അങ്ങനെയാണ്. അത് നമ്മളെ നിഷ്പ്രയാസമാക്കി ഇപ്രകാരം ഭഗവാൻ സൂക്ഷ്മാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന വസ്തുവാണ്. ആ സൂക്ഷ്മാവസ്ഥ ഹൃദയം കൊണ്ട് കണ്ടുപിടിക്കേണ്ട അറിവും തത്വവും ജ്ഞാനവും നാമസങ്കീർത്തനങ്ങളും നമ്മളിലാക്കാൻ നിയമങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, ആരാധനാക്രമങ്ങളൊക്കെ ഓരോ ആത്മാവിനും ഭഗവാൻ കൊടുത്തു ആനന്ദജി ഗുരുദേവത്തിന് വേണ്ടികൾ. അപ്രകാരം ആ നിയമങ്ങളും ആചാരാനുഷ്ഠാനങ്ങളും ആരാധനാക്രമങ്ങളും അനുഷ്ഠിക്കുമ്പോൾ നമ്മൾ പോലും അറിയാത്തൊരു ആനന്ദ അനുഭൂതി, നമ്മുടെ ആത്മാവിൻ സുഖം ഭവിക്കാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കാനുള്ളൊരു നിയന്ത്രണബോധം നമ്മളിൽ നിക്ഷിപ്തമായി. അതാണ് നമ്മുടെ ആത്മസുഖത്തിൻ്റെ അടിസ്ഥാന കർമ്മം. അതാണെന്നാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. അപ്രകാരമുള്ള അനുഭൂതി വിശേഷങ്ങൾ അടക്കം ചെയ്ത അനേക ലക്ഷക്കണക്കിന് ആത്മാക്കളെ താൻ ഒന്നാക്കിയിരുത്തി ഒരേ വേദിയിലിരുത്തി തൻ്റെ ദിവ്യജ്ഞാനങ്ങളെ വർഷിച്ച് അവരുടെ എല്ലാവിധ ദുഃഖങ്ങളും മറന്ന് ഭവനങ്ങളിൽ
ഐശ്വര്യമായി, ശാന്തമായി, സമാധാനമായി, സന്തോഷമായി ജീവിക്കപ്പെടുന്ന അനേക ലക്ഷക്കണക്കിന് ഭവനങ്ങളെ ആനന്ദജി ഗുരുദേവൻ്റെ ആ വാഴ്ചയിലൂടെ ലോകത്ത് സമ്പാദിച്ചെടുക്കുവാൻ കഴിയും. ശുഭാനന്ദ ഗുരുദേവ തിരുവടികളുടെ ആദർശത്തിനെ സംബന്ധിച്ചിടത്തോളം ആദർശം ആത്മബോധം എന്ന ആദർശത്തിൻ്റെ അടിസ്ഥാനം അന്ധകാരപ്പെട്ടു പോയ ആത്മലോകത്തെ മാടി വിളിച്ച് അവരുടെ അന്ധകാരത്തെ ഒഴിവാക്കി അവർക്ക് ആനന്ദത്തെയും മോക്ഷത്തെയും മോക്ഷമുണ്ടെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ കൊണ്ട് പ്രവർത്തിച്ച പ്രവർത്തനം. ആ പ്രവർത്തനമാണ് അവർക്ക് നിയമങ്ങളും നാമങ്ങളും കൊടുത്ത് അവരെ ചിട്ടത്തിൻ്റെ രീതിക്ക് അവർക്ക് അവർ ജീവിക്കേണ്ട ചിട്ടേൻ്റെ രീതി അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആ ചിട്ടയിൽ കൂടി ജീവിച്ച് അവരുടെ നാമനിയമാദികളിൽ കൂടി അവർ ജീവിച്ചു വന്നപ്പോൾ അത് ആ ജീവിക്കാൻ അവരെ പഠിപ്പിച്ചു. അവർ ആ രീതിയിൽ ജീവിച്ചപ്പോൾ അവർക്ക് അത് അനുഭവപ്പെട്ടു. ജന്മനക്ഷത്രം ഉത്രാട ജന്മനക്ഷത്രം ഉണ്ടാകാൻ കാര്യം ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ആദ്യ ശരീര വാഴ്ചക്കാലത്തിന് ശേഷം ജന്മമെടുത്ത് ശുഭാനന്ദ തിരുനാമങ്ങളും ശുഭാനന്ദ ആദർശങ്ങളും ലോകത്തിന് വെളിപ്പെടുത്താൻ വേണ്ടി സ്വീകരിച്ച ശരീരത്തിൻ്റെ ജന്മദിനമാണ് ഉത്രാടം. അത് രണ്ടാം ശരീര വാഴ്ചയുടെ ജന്മദിനമാണ് ഉത്രാടം. രണ്ടാം ശരീര വാഴ്ച എന്ന് പറയുന്നത് പിന്നെ ആനന്ദജി ഗുരുദേവനാണ്. അങ്ങനെ രണ്ടാം ശരീര വാഴ്ച എന്ന് പറയുമ്പോൾ ആനന്ദജി ഗുരുദേവൻ എന്നൊക്കെ പറയുമ്പോൾ രണ്ടാം അവതാര വാഴ്ചയാണ്. ആദ്യത്തെ അവതാരം രണ്ടാം ശരീരം സ്വീകരിച്ച് രണ്ടാമത് വാഴുന്ന ഒരു വാഴ്ചയാണ്, അവതാരമാണെന്നും ശുഭാനന്ദ ഗുരുദേവൻ അവതാരമായിരുന്നെന്നും ദൈവമായിരുന്നെന്നൊക്കെ ആത്മബോധത്തിൽ പെട്ട ആത്മാക്കൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതുപോലെ ലോകത്തിലുള്ളവർക്കും അത് ബോധ്യപ്പെട്ടുകൊണ്ട് കഴിയാൻ ഭാഗ്യം കൊടുത്ത ഒരു ജന്മമായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ ആനന്ദജി ഗുരുദേവൻ. അങ്ങനൊരു ഭാഗ്യമുണ്ടായി. അതാണ് അതിൻ്റെ മഹത്വം. കാര്യം ഇത് ശുഭാനന്ദ ഗുരുദേവൻ ദൈവമാണെന്നും അവതാരമായിരുന്നുവെന്നും ഒക്കെ വെളിപ്പെടുത്താനെ കൊണ്ട് സ്വീകരിച്ച ഒരു ശരീരമായിരുന്നു ആനന്ദജി ഗുരുദേവൻ. ആനന്ദ ഗുരുദേവൻ്റെ ശരീരവാഴ്ച കാലത്തെ ത്യാഗം അനുഭവിച്ചെന്ന് പറഞ്ഞാൽ ശുഭാനന്ദ ഗുരുദേവൻ വിട്ടുപോകുന്ന ആ കാലയളവിൽ വിട്ടുപോയി 12 വർഷം വരെ ഒന്നുമില്ലാതെ ആരുമില്ലാതെ ഒരു രക്ഷയില്ലാതെ ഇങ്ങനെ കഴിഞ്ഞ 12 വർഷം കഴിഞ്ഞ് വീണ്ടും ഉദയമായി വന്നിരുന്നുകൊണ്ട് ഒന്നുമില്ലാത്തടത്താണ് ആനന്ദജി ഗുരുദേവൻ ചക്രി എടുക്കുന്നത്, അവതാരമായതും പ്രവർത്തനം ആരംഭിച്ചത്. ആ പ്രവർത്തന കാലത്ത് യാതൊന്നുമില്ലായിരുന്നു. ആത്മാക്കൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു. അതിന് എന്തെല്ലാം കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും പട്ടിണികളും ഒക്കെ കിടന്നാണ് ആത്മാക്കളെ വരുത്തിയതും ഒരു നേരത്തേക്ക് കഞ്ഞി വെള്ളം കുടിക്കാനെ കൊണ്ടൊക്കെ ഉണ്ടായതും അത് നേർച്ച വാങ്ങിച്ച് ഓരോ അസുഖങ്ങളും ഓരോരുത്തരുടെ ഭ്രാന്ത് വരെ ഒഴിവാക്കി ആണ് ആനന്ദജി ഗുരുദേവൻ ശാലം കഞ്ഞിവെള്ളം കുടിക്കാനെ കൊണ്ടൊരു മാർഗം ഉണ്ടാക്കിയിട്ടെന്ന് വഴിപാട് വാങ്ങിക്കാൻ തുടങ്ങിയത്. ആ വഴിപാട് വാങ്ങിച്ചാണ് ഈ കഞ്ഞിവെള്ളത്തിന് മാർഗങ്ങളുണ്ടായത്. അന്ന് പറഞ്ഞതാ ഇനി എൻ്റെ ഭക്തജനങ്ങളെ ഭിക്ഷയെടുക്കാൻ വിടുന്നില്ലെന്ന് പറഞ്ഞ് അങ്ങനെയെല്ലാം ഞാൻ വരുത്തിക്കോളാം എന്നൊക്കെ പറഞ്ഞ് അത് പ്രാബല്യത്തിൽ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. വരുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞത് ഇന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അന്ന് വരാനില്ലായിരുന്നു, അന്ന് വരുത്തുമായിരുന്നു. അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഇത്രത്തോളം ആത്മാക്കളെ കൂട്ടിച്ചേർത്തതും ആത്മബോധം വളർന്നതും. അങ്ങനെ 2-3 ശരീരം 4-ാമതും 5-ാമതും വാഴുന്നുണ്ട്. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും.
ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ദൈവനാമം സ്തുതിച്ചാൽ ദുഃഖമെല്ലാം തീർന്നിടും. ദൈവനിയമം പാലിച്ചാൽ പാപമെല്ലാം തീർന്നിടും. ഞാൻ 1972 പിന്നെ അനുരഞ്ജയം പോയിട്ടിയുടെ അടുത്ത് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ അമ്പൂറ്റിയെ കാണുകയും പിന്നെ അവിടുത്തെ കാര്യങ്ങൾ കേട്ട് ഗ്രഹിക്കുകയും ചെയ്തു. ഭഗവാനെ പിന്നെ ഏഴയായ അടിയൻ അഖിലാത്മനാഥനും ആനന്ദസ്വരൂപനും സർവത്തിൻ്റെ ഉടമസ്ഥനും ജന്മിയും പരമകാരുണ്യനുമായ ഭഗവാന്റെ പുണ്യപാദം നമസ്കരിച്ചുകൊണ്ട് ഏഴയായ അടിയൻ 2 അനുഭവസാക്ഷികൾ പറയാൻ ആഗ്രഹിക്കുന്നു. പൊന്നുതമ്പുരാൻ അതിന് ഏഴയായ അടിയനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ ഏഴയായ അടിയൻ സന്നിധാനത്തിൽ പോയി പൊന്നുതമ്പുരാൻ്റെ ഭാഗത്തിൽ ചെന്ന് പിന്നെ ഏഴയായ അടിയൻ്റെ ചേട്ടത്തിക്ക് സുഖമില്ലാതാണ് ചെറുകോൾ ശിവാനന്ദ ആശ്രമത്തിൽ പോയത്. തലവേദനയായിട്ടാണ് 3 മാസം കിടന്നു. അതിന് തൊട്ട് അയൽവക്കത്തൊരു സ്വാമി ഉണ്ടായിരുന്നു. ആനന്ദജിയായിട്ട് വലിയ കൂട്ടുകാരായിരുന്നു. ആ അമ്പൂറ്റി ആ സ്വാമി ഒരു ദിവസം ഭസ്മം കൊണ്ടുവന്നു ചേട്ടത്തിയുടെ നെറ്റിയിലിട്ടപ്പോൾ പിന്നെ ഉടനെ അനുഗ്രഹിക്കുകയും പിന്നെ ഞാൻ പിന്നെ ആരാണെന്ന് ഒക്കെ ചോദിച്ചപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയത്തില്ല. അമ്മ ചോദിച്ചു ഞങ്ങൾക്കൊന്നും അറിയത്തില്ലല്ലോ. അന്നേരം പറഞ്ഞു ഞാൻ ചെറുകോലിലെ സ്വാമിയാണ്, പേര് ശുഭാനന്ദ ഗുരുദേവൻ നമ്പൂറ്റി പറഞ്ഞു കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ നമ്പൂറ്റി അഡ്രസ്സൊക്കെ പറഞ്ഞ് വരണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. ഞാൻ പോയില്ല, എൻ്റെ അമ്മയും ചേട്ടത്തിയും അമ്മൂമ്മയും കൂടെ പോയത്. അവിടെ ചെന്നപ്പോൾ അമ്പൂറ്റി ചോദിച്ചു പിന്നെ ചെങ്ങന്നൂർ മഹാദേവൻ്റെ അടുത്തുനിന്ന് വരുവാന്നു, മഹാദേവനെ വിട്ടിട്ടാണോ എൻ്റെ അടുത്ത് വരുന്നതെന്ന് അമ്പൂറ്റി ചോദിച്ചു. അന്നേരം അമ്മൂമ്മ തൊഴുതുകൊണ്ട് ഇങ്ങനെ നിന്നു. അന്നേരം പറഞ്ഞു സത്യം കേൾക്കണമെന്ന്. അന്നേരം പിറ്റേ ദിവസം പോകാൻ 144 അവിടെ പ്രഖ്യാപിച്ചേക്കും. അതുകൊണ്ട് പിറ്റേ ദിവസം പോയില്ല. പിന്നെ അതിൻ്റെ ആഴ്ചയിൽ പോയി ചേർന്നാണ് എല്ലാവരും സത്യം കേൾക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ സത്യം കേട്ടിട്ട് പിന്നെ അവർ 2 പേരും കൂടെ ഒരു 7:30 ആയപ്പോഴാണ് വീട്ടിൽ വന്നത്. അപ്പോൾ അവർക്ക് ക്ഷീണം തോന്നിയപ്പോൾ അവർ ഒന്ന് പിന്നെ ചെറുതായിട്ട് അവിടോട്ട് കിടന്ന് മയങ്ങി. അപ്പം ഭഗവാൻ എൻ്റെ ഭഗവാൻ ഗരുഡ വാഹനത്തിൽ എഴുന്നള്ളി വന്നു, ഞങ്ങളുടെ വീട്ടിൽ വന്നു. അമ്പൂറ്റിയെ ഇനി എന്ന് കാണുമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇപ്പം ഇരിക്കുന്ന അമ്പൂറ്റിയിൽ കൂടി ഭഗവാനെ എനിക്ക് കാണാം. അടിയങ്ങൾ 1979 വൃശ്ചിക മാസത്തിലാണ് ഭഗവാന്റെ തിരുസന്നിധിയിലെത്തുന്നത്. ആദ്യം പിതാവാണ് പോകുന്നത്. പിതാവിനെ കൂട്ടിക്കൊണ്ടുപോയ നമ്മുടെ ഇടനാട്ടിലെ വാസുള്ള ഭക്തനാണ്. ആ സമയത്ത് അമ്പൂറ്റിയുടെ അടുത്ത് ചെന്ന് കഴിഞ്ഞ് പറഞ്ഞു അടുത്ത ആഴ്ച കുടുംബത്തോടെ എല്ലാവരും വരണം, വന്നിട്ട് എല്ലാവരും കൊണ്ടുവന്ന് സത്യം കേൾക്കണം എല്ലാവരും കൂടെ. അങ്ങനെ അച്ഛനും അമ്മയും ഞങ്ങൾ മക്കൾ 3 പേരും കൂടെയാണ് സത്യം കേട്ട് അങ്ങനെ ജീവിച്ച് മുമ്പോട്ട് പോകുന്ന സമയത്ത് പിന്നെ അടിയൻ്റെ ഭർത്താവ് അവധിക്ക് വന്നു. ആ സമയത്ത് ആനന്ദ ഗുരുദേവൻ്റെ അടുത്ത് ശാന്തി പ്രാപിച്ചു. എനിക്ക് വേണ്ട കുഞ്ഞാണെന്ന് ഭഗവാന്റെ തിരുനാളിൽ നിന്ന് കൽപ്പനയുണ്ടായി. അങ്ങനെ അടിയങ്ങളെ ഉപദേശം പഠിച്ചതിന് ശേഷം 2 സന്താനങ്ങൾ ഭഗവാൻ ദാനമായി തന്നു. അവർ ഇന്ന് നിയമത്തിൽ ജീവിക്കുന്നു. അടിയങ്ങളും അതോടൊപ്പം കഴിയുന്നു. മനുഷ്യനെ നന്നാക്കുന്ന പ്രസ്ഥാനമായിട്ടാണ് ആത്മബോധോദയ സംഘം ഉടലെടുത്തതും അന്ന് അതിൻ്റെ പ്രസ്ഥാനം തുടങ്ങിയതും. കാര്യം ഒരേ ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്നുള്ള മുഖ്യ മുദ്രാവാക്യത്തിലാണ് അന്നത്തെ മെയിൻ സന്ദേശമായിട്ടാണ് ആത്മബോധോദയ സംഘം തുടങ്ങിയത്. എല്ലാത്തിനും ആത്മബോധം ആത്മാക്കളിൽ ഉണ്ടാകണം, അവനുള്ള അന്ധത മാറണം. വേറൊരിടത്ത് ചെന്നാൽ ഇതിലുള്ള അന്ധകാരം മനുഷ്യൻ്റെ ഉള്ളിലെ മാറത്തില്ല. അതിനുവേണ്ടി ആത്മാക്കൾ ഏവരും ഒന്നായി നിന്നുകൊണ്ട് അവരുടെ സൽക്കർമ്മത്തിൽ കൂടി അവൻ്റെ നിത്യാനന്ദം കാണണമെന്ന് മാത്രമേ അമ്പൂറ്റി പറഞ്ഞിട്ടുള്ളൂ. ആ നിത്യാനന്ദത്തിൽ കൂടി അവന് ജീവിതത്തിൽ സായുജ്യം കണ്ടെത്താം എന്നാണ് ആനന്ദഗുരുദേവരുടെ കാലത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം മറ്റൊരു പ്രസ്ഥാനത്തിലും ഇതുപോലെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളോ ഉണ്ടെങ്കിലും വ്യത്യസ്തമാണ്.
കാര്യം ജീവിതത്തിൽ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങൾ ഉണ്ടെങ്കിലും സൽചിന്തയിൽ കൂടി സൽപന്താവിൽ കൂടിയും പറയുന്ന കാര്യങ്ങൾ സൽപ്രവൃത്തിയിൽ കൂടി ചെയ്യുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ആനന്ദമാണ് നിത്യാനം. ഈ നിത്യാനിൽ കൂടിയാണ് നിത്യമോക്ഷം ഉണ്ടാകുന്നത്. ആ മോക്ഷം കിട്ടണമെങ്കിൽ സദ്ഗുരുപാദത്തിലെത്തി ആ പാതാരബന്ധം നിത്യം നമിച്ച ശേഷം മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് ആന്ധ്യഗുരുദേവൻ നമ്പൂതിരി പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ലാത്ത സന്നിധിയിൽ ഇത്രയും കാര്യങ്ങൾ കൊണ്ടുവന്നതും അദ്ദേഹത്തിൻ്റെ കാലത്താണ് ഇത്രയും ഉന്നതി ഉണ്ടായിരിക്കുന്നത്. ആത്മാക്കളെ കൂടുതൽ അടുപ്പിക്കാനും അവരെ പല കാര്യങ്ങൾ കൂടി വിശ്വസിപ്പിച്ച് ഇതിൽ ലയിപ്പിക്കാനുമുള്ള തൻ്റെ ഇടം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആ കാലയളവിൽ ഒന്നുമില്ലാത്ത വെറും കപ്പ മാത്രം കഴിച്ചിട്ട് അത് തന്നെ ഭിക്ഷ യാചിച്ച് കൊണ്ടുവരുന്ന നെല്ലും കപ്പയുമാണ് അവിടെ ആത്മാക്കൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. അന്നത്തെ കഞ്ഞി എന്ന് പറഞ്ഞാൽ 1-2 വറ്റേ കാണത്തുള്ളൂ. കൂടാതെ കഞ്ഞിവെള്ളമേ ഉള്ളൂ ആ ഒരു കാലയളവ്. അന്നില്ല, അന്നൊരു അലൂമിനിയ വട്ടപാത്രമാണെന്ന് അന്ന് അതിലാണ് കഞ്ഞി കൊടുത്തുകൊണ്ടിരുന്നത്. ആ കാലയളവിൽ അത്രയ്ക്ക് ദാരിദ്ര്യമായിരുന്നു ആ ഒരു കാലയളവിൽ. ഞങ്ങളൊക്കെ ആദ്യം പോകുന്ന സമയത്ത് അവിടെ കഞ്ഞി ഉണ്ട്, പക്ഷേ കഞ്ഞിക്കകത്ത് അധികം ഒന്നുമില്ല, അലൂമിനിയ പാത്രമാണ്. അപ്പോൾ ആ ഒരു കാലയളവിൽ ഒന്നുമില്ലാതെ അന്ന് ആശ്രമം മാത്രമേ ആ ചുറ്റളവിനുണ്ടായിരുന്നു, ആശ്രമം മാത്രമേ ഉള്ളായിരുന്നു. അന്ന് ഇപ്പുറത്ത് ഒരു ഞങ്ങൾ ചെല്ലുന്ന ആ കാലയളവിൽ അമ്പോറ്റിയിരിക്കുന്നത് ഒരു പ്ലാവിൻ്റെ ആ ഭിത്തിയോടെ ചേർന്ന്, ഇപ്പോഴത്തെ മന്ദിരത്തിന് ചേർന്ന് ഒരു പ്ലാവ് ഉണ്ടായിരുന്നു. ആ പ്ലാവിൻ്റെ ചുവട്ടിലാണ് ആന്ധ്യഗുരുദേവൻ. കൂടാതെ നമ്മുടെ ഓഡിറ്റോറിയം ഉണ്ടെന്ന്, ഓഡിറ്റോറിയത്തിനകത്തൊരു മുറിയിലാണ് ആന്ധ്യഗുരുദേവൻ ഇരിക്കുന്നത്. അവിടെ നിന്നാണ് വെളിയിലോട്ട് വന്ന് അവിടെ ഇപ്പം ഇരിക്കുന്ന സ്ഥാനത്തിരിക്കുന്നത്. ഇപ്പം നമ്മുടെ അമ്പോറ്റി ഇറങ്ങി വരുന്ന അതിൻ്റെ മുമ്പിലാണ് ഇപ്പം അമ്പോറ്റി ഇരിക്കുന്നത്. അപ്പോൾ ആ റൂമിലാണ് ആദ്യകാലത്ത് താമസിച്ചുകൊണ്ടിരുന്നതും ആൾക്കാരെ ദർശനം കൊടുത്തുകൊണ്ടിരുന്നതും അവിടെ. എല്ലാ വെള്ളിയാഴ്ചയും എൻ്റെ അമ്മായച്ചനും അമ്മായിമ്മയും 2 വെള്ളരിക്കായും ഒരു ചെറിയ മാലയും ഇവിടെ കൊണ്ടുപോകാറുണ്ട്. ആദ്യമേ പാടുന്നത് അവിടെ ചെന്നാൽ പാടുന്ന ഉന്നതനെ വാഴണമേ ദീർഘകാലം, ആ ഒരു പാട്ടേ പാടത്തുള്ളൂ, വേറെ എന്തെല്ലാം ഉണ്ടെങ്കിലും പാടത്തില്ല. ആ രീതിയിലാണ് കഴിഞ്ഞ 6 മാസം മുമ്പ് വരെ അമ്മയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആന്ധ്യഗുരുദേവൻ്റെ കാലത്ത് നമ്മളെ നോക്കി അവിടെ ഇരിക്കും. എൻ്റെ ഇന്നാർ വന്നില്ലല്ലോ, എൻ്റെ കുട്ടപ്പൻ നായർ സാർ വന്നില്ലെന്നാണ് പറയുന്നത്. കുട്ടൻ നായർ സാർ, ഇടനാട്ടി കുട്ടൻ നായർ സാർ എന്നാണ് വിളിക്കുന്നത്. അന്ന് വന്നില്ലല്ലോ, ഞാൻ വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് വണ്ടി പിടിച്ചാൽ ഇവിടെ 6:15 വണ്ടിയുണ്ട്. ചെങ്ങന്നൂർ ഷോർമുക്ക് ഇറങ്ങി ഷോർമുക്കിൽ നിന്നാണ് പോകുന്നത്. അങ്ങനെല്ലാം 7 മണിയാവും. 7 മണി വരെ അവിടെ കാത്തിരിക്കും. മാലയ്ക്കുണ്ട്. ആദ്യത്തെ മാല നമ്മളെ മാലയാണ് കൊണ്ടുവന്നത്. അന്നൊരു 3 മുഴമുള്ള മാലയാണ് വായിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ അതിട്ടുകൊണ്ടാണ് അന്ന് ഇത് എന്തെല്ലാം ഉണ്ട്, ഈ ഒറ്റ കീർത്തനമേ പാടത്തില്ല, വേറൊരു കീർത്തനവും പാടത്തില്ല. അങ്ങനെ ആയിരുന്നു ആ ഒരു കാലം. ഭക്തിയും ഏതൊരു വിശ്വാസവും ഏതൊരു കാര്യങ്ങളും പ്രവർത്തിക്കുമ്പോൾ അദ്ദേഹം അവിടെ എത്തിയിരിക്കും. അദ്ദേഹമാണ് അവിടെ വിളക്കെടുത്തുകൊണ്ടിരുന്നത്. കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. ഉൾക്കണ്ണ കാർമുകിൽ വർണ്ണ നിന്നെ കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം, കണ്ടപ്പോൾ എന്തൊരു നിത്യാനന്ദം. എൻ്റെ അമ്മയുടെ ദുഃഖം കൊണ്ട് എൻ്റെ അമ്മ ഈ പുണ്യ സന്നിധാനത്തിലെത്തുവാൻ തന്നെ കാരണം, എൻ്റെ അച്ഛൻ അമ്മയെ വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അച്ഛൻ എവിടെയാണെന്നോ ഒന്നും അറിയാൻ വയ്യാതെ അങ്ങനെ ഒരു വളരെ വലിയ ദുഃഖത്തിൽ കഴിയുന്ന സമയത്താണ് ഈ തിരുസന്നിധാനത്തിൽ നിന്നും 2-3 സന്യാസ പരമ്പരകൾ അടുത്തുള്ളൊരു ഭവനത്തിലേക്ക് എത്തുകയും അവരെ വിളിച്ചുകൊണ്ട് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരികയും അപ്പോൾ തന്നെ അവർ നമ്മുടെ വീട്ടിൽ സങ്കടാവസ്ഥയെല്ലാം കേൾക്കുകയും അന്നേരം തന്നെ ആ സന്യാസിമാർ പറഞ്ഞു, ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഭഗവാന്റെ ഞങ്ങൾ ഓരോ ഭവനങ്ങളിലും ചെയ്യുന്ന ഒരു നിയമവും ചിട്ടയുണ്ട്, അത് നിങ്ങൾ പാലിക്കുവാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അതെല്ലാം ഞങ്ങളിപ്പോൾ പറഞ്ഞു തരാം. ദുഃഖത്തിൻ്റെ നടുക്കടവിൽ നിൽക്കുന്നവർ അപ്പോൾ പറഞ്ഞു, എന്ത് പറഞ്ഞാലും ഞങ്ങളത് പാലിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാലും ഞങ്ങൾക്ക് ശാന്തിയും സമാധാനവും മതിയെന്നാണ് പറഞ്ഞത്. എവിടെ നിന്നെങ്കിലും ശാന്തി കിട്ടുമോ അത്
അങ്ങനെ കിട്ടുമെങ്കിൽ ഞങ്ങൾ എന്തും ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ ശുഭാനന്ദ ആദർശത്തിൽ അംഗങ്ങളാവുകയും പിന്നീടുള്ള സമയത്ത് തിരുസന്നിധാനത്തിലേക്ക് അത് നമ്മുടെ ഒരു ആദ്യ പടിയായിട്ട് ആ ഭാരം ഒന്ന് ഇറക്കി വെക്കാനുള്ള ഒരു ആദ്യ പടിയായിട്ടാണ് നമ്മൾ ആ അവസരത്തിൽ ആ സന്യാസിമാരുടെ ആ എഴുന്നള്ളത്തും ഭഗവാൻ അവരുടെ കൂടി എഴുന്നള്ളി നമ്മുടെ അന്നരത്തെ ആ ആശ്വാസം ഭഗവാനിൽ കൂടെ ലഭിക്കുകയും അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ തന്നെ എന്തെന്നില്ലാത്ത ഒരു ശാന്തിയും സമാധാനവും അപ്പോൾ തന്നെ അനുഭവപ്പെട്ടു. പിന്നെ അത് തുടർന്ന് അങ്ങനെ ചെയ്ത് 21-ാമത്തെ ദിവസം അമ്പൂറ്റിയുടെ അടുത്ത് ചെല്ലുമ്പോൾ കൂടെ വന്നവർ പറഞ്ഞ് വെറ്റയും പാക്കും തരും. അപ്പോൾ അതിനകത്ത് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും 5 പൈസയാണ് 5 പൈസ 10 പൈസ ഇന്ന തുകയൊന്നുമില്ല. അപ്പം ഇങ്ങനെ കൊടുത്തിട്ട് നമ്മുടെ ദുഃഖം പറഞ്ഞാൽ മതി, അപ്പോൾ എല്ലാം പരിഹാരം അവിടെ ദാനം ചെയ്യുമെന്ന് പറയും. ഭഗവാന്റെ തൃക്കരങ്ങളിലേക്ക് ദക്ഷിണ അർപ്പിക്കാൻ ചെന്നപ്പോൾ തന്നെ ആ പൊന്ന് കൈകൾ രണ്ടും നീട്ടി, എന്താ കുഞ്ഞെ. അപ്പോൾ തന്നെ അമ്മ വാവിട്ട് കരയാൻ തുടങ്ങി. ഭഗവാനെ വളരെയേറെ ദുഃഖമുണ്ട്, എങ്ങും ചെന്നിട്ട് ഈ ദുഃഖത്തിനൊരു പരിഹാരവും അടിയങ്ങൾക്ക് കാണാൻ പറ്റിയില്ല എന്നും പറഞ്ഞ് നിന്ന് ബാക്കിയൊന്നും പറയാൻ പറ്റുന്നില്ല. ഭഗവാനെ കണ്ട മാത്രമേ തന്നെ വളരെയേറെ കണ്ണുനീരോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞപ്പോൾ അമ്പൂറ്റി കൽപ്പിച്ചത്, സാരമില്ല കുഞ്ഞ്, ഒന്നും വിഷമിക്കണ്ട, എല്ലാം മാറ്റാൻ കഴിവുള്ള തിരുസന്നിധാനത്തിൽ കഴിവുള്ള ആളിൻ്റെ അടുത്താണ് കുഞ്ഞെത്തിയിരിക്കുന്നത്, ഇനിയൊന്നും വിഷമിക്കേണ്ടാണ് എന്നാണ് അമ്പൂറ്റി കൽപ്പിച്ചത്. അപ്പോൾ എന്നെ എൻ്റെ അമ്മ കയ്യിൽ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. എൻ്റെ ചേച്ചിക്ക് 4-5 വയസ്സുണ്ട്, ചേച്ചിയെ കയ്യിലും പിടിച്ചേക്കുവാണ്. അപ്പോൾ അമ്പൂറ്റി പറഞ്ഞു, ഒന്നും വിഷമിക്കേണ്ട, ഈ കുഞ്ഞിനെ ഇങ്ങ് തന്നേക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഈ സന്നിധാനത്തിൽ വന്നിവിടെ നിൽക്കാൻ ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയത്. അപ്പോൾ എൻ്റെ അച്ഛൻ ആണ് എൻ്റെ ഈ ഒന്നാമത്തെ എൻ്റെ ഈ ഭാഗ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗമായിട്ട് എൻ്റെ അച്ഛനാണ് നിൽക്കുന്നത്. എന്താണെന്ന് ചോദിച്ചാൽ പട്ടാളക്കാരനായിരുന്നു അന്ന്. അത് അങ്ങനെ മരിച്ചെന്ന് ഓർത്ത് ഇങ്ങനെ ഇരുന്ന സമയത്താണ് അച്ഛൻ്റെ ഒരു എഴുത്തും ഇച്ചിരി പൈസയും അയക്കും. അപ്പോൾ എവിടെയാണെന്ന് അഡ്രസ്സോ അല്ല തിരിച്ചൊരു മറുപടി അയക്കാനൊന്നും യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് ഭഗവാന്റെ അടുത്ത് പിന്നെയും ചെന്നിങ്ങനെ പറഞ്ഞപ്പം അച്ഛൻ അദ്ദേഹം ഉണ്ട് എന്ന് അമ്പൂറ്റി ഒരു കൽപ്പന പുറപ്പെടും. അച്ഛനെ കാണണമെന്ന് പറയുകയും അന്നേരം എൻ്റെ അമ്പൂറ്റി കൽപ്പിക്കുന്നത്, മോളുടെ അച്ഛനാണ് ഈ പ്രകൃതി ലോകം നിറഞ്ഞു നിൽക്കുന്ന അച്ഛനെന്നാണ് അന്ന് അമ്പൂറ്റി കൽപ്പിക്കുന്നത്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് അന്ന് പറഞ്ഞ വാക്കിൻ്റെ ആഴത്തെപ്പറ്റിയും അർത്ഥത്തെപ്പറ്റിയും. മരിച്ചുപോയി എന്ന് പറഞ്ഞ ഒരാളിനെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള മഹാശക്തിയാണ്. മറ്റെങ്ങും പോയപ്പോൾ കിട്ടാത്ത ഒരു അനുഭവ സുഖമാണ് ഈ പുണ്യ സന്നിധാനത്തിൽ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ തിരുവാഴ്ച കാലത്ത് എത്തിയ ഞങ്ങൾക്ക് ലഭിച്ചതായ ഏറ്റവും വലിയ പരമഭാഗ്യം. 1970 മുതൽ എൻ്റെ അച്ഛനമ്മമാരും അതേ തുടർന്ന് ഞങ്ങൾ മക്കൾ പിന്നെ മക്കളുടെ മക്കൾ ഇങ്ങനെ തുടർന്ന് പോവുകയാണ്. 3ാമത്തെ തലമുറയെ ഞങ്ങളിപ്പോഴും ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അന്ന് മഠാധിപതി എന്ന് പറയുന്ന സ്ഥാനം വഹിക്കുന്നത് ആനന്ദജി ഗുരുദേവൻ, രാഘവാനന്ദജി എന്നാണ് ശരിക്കുള്ള പേര്. വളരെയധികം ചെല്ലുന്ന ഭക്തരോട് എല്ലാവരെയും ഭക്തൻ എന്നാണ് അവിടെ ചെല്ലുമ്പോൾ മുതൽ സംബോധന ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചെന്ന് ചേർന്ന് കഴിയുമ്പോൾ നമ്മളോട് പറയും, ഒരു 200 പേജിൻ്റെ ബുക്ക് വാങ്ങിച്ചു കൊടുക്കുക, പുരുഷൻ സാറ് നിങ്ങൾക്ക് പാട്ട് എഴുതി തരും. പുരുഷൻ സാറെന്ന് പറയുന്നത് ഇന്നത്തെ വാഴ്ചയിലെ അമ്പൂറ്റിയുടെ അച്ഛനായിരുന്നു. അന്ന് സാറ് ചെറുപ്പക്കാരന്. അപ്പോൾ സാറ് നമുക്ക് കീർത്തനം പുസ്തകങ്ങളൊന്നും ഇന്നത്തെ പോലെ ഇറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പോൾ സാറ് കീർത്തനം ഒരു 50 കീർത്തനം എഴുതിത്തരും. നമ്മളതാണ് വീട്ടിൽ 2 നേരവും പ്രാർത്ഥിക്കുകയെടുക്കുന്നത്. നമ്മൾ ദുരാചാരങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും അടിമകളായി കിടന്ന ഒരു സമൂഹമായിരുന്നു പണ്ടത്തെ മനുഷ്യരെന്ന് പറയുന്നത്. അവരെ വ്യത്യസ്തമായ രീതിയിൽ അറിവും ബോധവും തന്ന്, ആത്മാവിൽ ബോധം വേണം, നിങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യണം, സൽപ്രവർത്തിയിൽ കൂടെ മുന്നോട്ട് പോകണം, ഈശ്വരത്വമുള്ളവരാകണം, അഷ്ടാഹങ്കാരാദി ദോഷങ്ങളൊന്നും പാടില്ല, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ കൂടി നമ്മളെ ബോധവാന്മാരാക്കിക്കൊണ്ടാണ് ഭഗവാൻ ഇത് മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അസുഖത്തിനൊക്കെ ഭേദമായി. താരാസ്തുതി എന്ന് പറയുന്ന ഒരു മഹായജ്ഞത്തിൽ ആദ്യമായിട്ട് പങ്കെടുത്ത് 21 ദിവസം. അതിൻ്റെ ഒടുവിലത്തെ ദിവസം വെള്ളിയാഴ്ച വന്നപ്പോൾ ആ ശരീരത്തിൽ നിന്ന് ആ ബാധ വിട്ടുമാറുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഞങ്ങൾ അടിയുറച്ച വിശ്വാസികളായിട്ട് അതിലേക്ക് ഇന്ന് വരെ പിടിച്ചു നിൽക്കുന്നത്. പലവിധമായ നേട്ടങ്ങൾ ജോലിയെ സംബന്ധിച്ച് കൽപ്പിച്ച് ഭഗവാൻ പറഞ്ഞു. ഒരു പ്രാവശ്യം ചിങ്ങത്തിലെ ഉത്തരാടൂർക്ക് തുലാമാസത്തേക്ക് കൊണ്ടുവന്നപ്പോൾ പൈസ ഇല്ലായിരുന്നു വണ്ടിക്കൂലിക്ക്. അന്ന് 10 പൈസയൊക്കെ മതി വണ്ടിക്കൂലി. ഒരുക്ക് താമസിച്ചപ്പോൾ എൻ്റെ ഗുരുദേവൻ ചോദിച്ചു, എന്താ കുഞ്ഞുങ്ങളെ ഇത് താമസിച്ചതിൽ ആ മാസത്തേക്ക് കൊണ്ട് കൊടുത്തപ്പോൾ
അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, എൻ്റെ മൂത്ത സഹോദരി ഇപ്പം മരിച്ചുപോയ സഹോദരി പറഞ്ഞു, തമ്പുരാനെ ഞങ്ങളുടെ കയ്യിൽ ഇതുപോലെ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലായിരുന്നു, വീട്ടിലെ ജീവിതമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, അച്ഛനൊക്കെ പെൻഷനായിരിക്കുന്ന സമയമൊക്കെ ആയിരുന്നു. അങ്ങനെ വന്നപ്പം പറഞ്ഞു, നിങ്ങൾക്കൊക്കെ എല്ലാവർക്കുള്ള അരിക്കുള്ള വക ഞാൻ കണ്ടിട്ടുണ്ട്, വിഷമിക്കേണ്ട. അങ്ങനെ ഞങ്ങൾ 5 സഹോദരങ്ങളിൽ 4 സഹോദരങ്ങളും ഉദ്യോഗസ്ഥന്മാരെ എല്ലാവരും പഠിച്ചിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഒരവസരങ്ങൾ വന്നു, PSC എഴുതി ഒക്കെ ഞങ്ങൾ കയറിപ്പോയി. അങ്ങനെ ഞങ്ങൾ ഭഗവാൻ അങ്ങ് വീണ്ടെടുക്കുമായിരുന്നു. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അടിയറച്ച വിശ്വാസം. ഞാനൊരു ക്രിസ്തീയമായ രീതിയിലൊക്കെ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ആരാധിച്ചും പോകുന്ന ആളായിരുന്നു. പഴയ നിയമം പുതിയ നിയമമൊക്കെ കൈകാര്യം ചെയ്ത് പഠിച്ചൊക്കെ പോകുന്ന ആളായിരുന്നു. അപ്പോൾ അന്ന് മുതൽ എനിക്ക് വിശ്വാസമായി ഇതെല്ലാം ഒന്ന് തന്നെയാണല്ലോ. അതുകൊണ്ടാണല്ലോ എന്നിലുണ്ടായിരുന്ന ആ ഭയം, ആ ആത്മജ്ഞാനം, ആ ജ്ഞാനം കേട്ടപ്പോൾ എന്നിലുണ്ടായിരുന്ന ആ ഭയം വിട്ടുമാറിയത്. ശിവാനന്ദ ഗുരുദേവൻ ഈ ആത്മബോധം സ്ഥാപിച്ചതിൻ്റെ 100ാം വാർഷികം എന്ന് പറയുന്നത്, അന്ന് 100 പറ അരിയൊക്കെ വെച്ചെന്ന് അമ്പറ്റി പറഞ്ഞു അനന്ത ഗുരുദേവൻ. ഇത്രയും സൗകര്യമൊന്നുമില്ല, മണലിലിരുന്നാണ് നമ്മൾ ആഹാരം കഴിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന മാവേലിക്കര ടൗൺ ചുറ്റി കറങ്ങി വന്ന് ആ ഘോഷയാത്ര വന്ന് കയറി ആ ചുട്ടുപൊള്ളുന്ന മണലിലിരുന്ന് നമ്മൾ ആഹാരം കഴിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള സൗകര്യം ചുറ്റുപാടുമൊക്കെ ഉള്ളത്. അന്ന് 10 ആനക്കഴുത്തയിലാണ് പൂരത്തിന് ഘോഷയാത്ര പോകുന്നത്. മാവേലിക്കര ടൗൺ ചുറ്റിയുള്ള ഘോഷയാത്രയാണ് നടക്കുന്നത്. പരിമിതമായ സ്ഥലമേ ഉള്ളെങ്കിലും ഓരോരുത്തർ നേർച്ച കൊടുക്കുന്നതാണ്. ആനയെ നേർച്ചയായിട്ട് വയ്ക്കും. അതാണ് ഭഗവാൻ ഉപയോഗിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെയാണെങ്കിൽ അന്നൊരു സദ്യയൊക്കെ നടത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അയലോക്കത്തെ കല്ലും അതുപോലെ അമ്മിക്കല്ലൊക്കെ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ ആ മുറ്റത്തിട്ട് അരച്ചൊക്കെയാണ്. അന്ന് സദാനസിദ്ധ ഗുരുദേവൻ സദാനന്ദം ഭക്തനാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും മേൽനോട്ടം വഹിച്ചുകൊണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഡിറ്റോറിയം പണിയുന്ന സമയത്ത് അമ്പോറ്റി ഓഡിറ്റോറിയത്തിന് കല്ലിടാൻ നേരത്ത് ഇതുപോലെ എൻജിനീയർമാരെല്ലാം വിചാരിച്ചിട്ട് ഇവിടെ ഇടണം എന്നുള്ള തർക്കത്തിൽ നിന്നപ്പോൾ അമ്പോറ്റി പറഞ്ഞു, 3 ചുവട് അളന്നിട്ട് പറഞ്ഞു, ഇതുകൊണ്ടാ ഇവിടെ കല്ലിടുക, ഇവിടെ കുഴിക്കാന്ന് പറഞ്ഞു. അപ്പം അമ്പോറ്റി പറഞ്ഞൊരു ശബ്ദമുണ്ട്, ഞാൻ എൻ്റെ കാല് മടക്കി ഒന്ന് അടിച്ചാൽ ഈ ത്രിലോകം 3 ഭസ്മമായിപ്പോ എന്ന് പറഞ്ഞൊരു വാചകം ഞാൻ ഇന്നും. ആനന്ദ ഗുരുദേവൻ്റെ തിരുവാഴ്ചയല്ല ഞങ്ങൾ അവിടെ ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞ ഉടനെ അമ്പോറ്റി ഗുരുപ്രസാദ് അമ്പോറ്റിയെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവരെ കൊണ്ടുവന്ന് സത്യം കേൾപ്പിക്കാൻ. അപ്പം ഞങ്ങളെ കൊണ്ടുവന്ന് സത്യം കേൾപ്പിച്ച് കഴിഞ്ഞ് പിന്നെ പൂരത്തിന് എന്തെങ്കിലും വിശേഷം അങ്ങനെ ഉണ്ടെങ്കിലും ഒന്ന് പോകും. അങ്ങനെയുള്ള അന്നത്തെ കാലത്ത് അമ്പോറ്റി അന്ന് അരുമ സന്തതികളെ എന്നാണ് വിളിച്ച് സംബോധന ചെയ്യുന്നത്. ചെല്ലുന്ന ഉടനെ കുഞ്ഞേന്നേ വിളിക്കത്തുള്ളൂ. ഇപ്പോഴത്തെ ശരീരം ഒന്ന് നല്ലപോലെ ചിരിക്കും. അന്ന് അമ്പോറ്റി ആനന്ദ ഗുരുദേവൻ്റെ അവസ്ഥ ഇതായിരുന്നു. പൂരം വരുന്ന ഉടനെ സന്യാസിമാർ ആനന്ദ ഗുരുദേവൻ 2 സന്യാസിമാരേലും വിടും. ഇവിടെ ഈ സന്യാസിമാർ ഇവിടുന്ന് സഭകളിൽ നിന്ന് ആരേലും കൂടെ കൂടി ഇവിടെ മംഗലത്തിലെ ഇടനാട് എല്ലാം പോയി പിരിക്കും. അപ്പോൾ യോധറ ആശ്രമത്തിൽ നിന്ന് ചെല്ലുന്ന അച്ഛനൊരു പേരുണ്ടല്ലോ, ആ പേരും ഇവർ പറയുന്ന ഉടനെ സന്യാസിമാർ പോയി പിരിച്ച് അരി വരെ കൊണ്ടുവരും. ഒരാഴ്ച വരെ ഇവിടെ താമസിക്കും. അതുങ്ങളിവിടെ താമസിക്കും പൂരത്തിന് അങ്ങനെ അവിടെ പൂരം നടത്തിയത്. താമസിച്ചിട്ട് ഒരാഴ്ച വരെയും പിരിവ് കിട്ടുന്നത് അച്ഛൻ ഇവരെ സന്യാസിമാരെയും കൂട്ടി അച്ഛനുമായിട്ട് അവിടെ എത്തിക്കും. അപ്പം അത് എന്തുവാ, വരയിലെങ്ങും ബസ്സില്ലെന്ന്, നല്ലാട്ട് വരെ നടന്നു പോയാൽ ബസ് കയറി പോകുന്നത് പോലും. അങ്ങനെ അച്ഛനാ ഇവരെ കൊണ്ടുവന്ന് ഭഗവാനെ ഏൽപ്പിക്കുന്നത്, ആനന്ദ ഗുരുദേവനെ ഏൽപ്പിക്കുന്നത് അച്ഛനാണ്. അങ്ങനെ അന്നത്തെ പൂരം നടത്തുന്നത്. എൻ്റെ അനുഭവം എന്ന് പറയുന്നത്, ഈ സ്വാമിയാണെന്നൊന്നും വരില്ല. ഞാൻ എന്നെ കൊണ്ടുവന്ന് കഴിഞ്ഞ് എൻ്റെ ഗീതയെല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് ഒരു വയറ്റുവേദന വന്ന് സ്വാമി ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി കൊണ്ടുപോയടനെ പിറ്റേ ദിവസം ഓപ്പറേഷൻ ചെയ്യണമെന്ന് അച്ഛനോട് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞ ഉടനെ അച്ഛൻ ഓടി ആനന്ദ ഗുരുദേവൻ്റെ അടുക്ക പോയി. ഗുരുദേവൻ ഭഗവാൻ അന്നേരം കൽപ്പിച്ച് അവനെ ഓപ്പറേഷൻ ചെയ്യണ്ട, വീട്ടിൽ വിളിച്ചുകൊണ്ട് പോരാൻ പറഞ്ഞ് അച്ഛനുടനെ വന്ന് ആശുപത്രി കോഴഞ്ചേരിൽ ആശുപത്രിയിലായിരുന്നു. അച്ഛനുടനെ വന്ന് ആശുപത്രിയിൽ പോയി വിളിച്ചു കൊണ്ടുവരുമായിരുന്നു.
വിളിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇന്ന് മരിക്കുന്ന സമയം വരെ ഒരസുഖം ഉണ്ടായിട്ടില്ലായിരുന്നു. എനിക്കത് ഭയങ്കര ഒരനുഭവം തന്നെയാണ്. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവാത്മസമ്പൂർണൻ സർവലോകീശ്വരൻ സർവത്തിലും സദാ വാഴുന്നവൻ. സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സർവദോഷങ്ങളും പാടെ ഒഴിച്ചിട്ട് സൗഭാഗ്യം. എൻ്റെ ഭൗതിക ജീവിതത്തിൽ എനിക്കുണ്ടായ പാളിച്ചകൾ വിദ്യാഭ്യാസ രംഗത്തായാലും മറ്റു രീതിയിൽ എൻ്റെ ആ സ്വഭാവ ദൂഷ്യം കൊണ്ട് എന്നെ എൻ്റെ ഭവനത്തിലോ മറ്റുള്ളവർക്കോ കാണാൻ താല്പര്യമുള്ളതല്ല, എന്നെ വീട്ടിൽ തന്നെ കയറ്റാത്ത ഒരവസ്ഥയിൽ ഞാനങ്ങനെ ജീവിച്ചു വന്നപ്പോൾ എന്നെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഈ ആശ്രമമായിട്ട് ശുഭാനന്ദാശ്രമമായിട്ട് ബന്ധമുള്ള ഒരമ്മയാണ് എന്നെ ഈ പ്രസ്ഥാനത്തിലേക്ക് ഇവിടെ കൊണ്ടുവരുന്നത്. അതിനുശേഷം ഞാനിവിടെ വന്നതിന് ശേഷം ഈ ശുഭാനന്ദ ഗുരുദേവ തിരുവടികളെ പറ്റി ആത്മബോധോദയ സംഘത്തെപ്പറ്റി അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ്. ആ കാലയളവിൽ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ആരാണെന്ന് ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളിൽ കൂടിയാണ് എനിക്കിത് അതിനെപ്പറ്റിയുള്ള ഇതും അറിയാൻ സാധിച്ചത്. അന്നു മുതൽ ഞാൻ ഇന്ന് വരെയും ഈ ആദർശത്തിൽ ബന്ധപ്പെട്ട് ജീവിക്കുക. എനിക്ക് ഇതിനോട് താല്പര്യം തോന്നുവാൻ കാരണം എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ തക്കവണ്ണം മറ്റുള്ളവരോട് പെരുമാറാനുള്ള എന്നിൽ തന്നെ നിഗൂഢമായ മറവായ അറിവിനെ ഗുരു പ്രകാശിപ്പിച്ചത്. ആ അറിയിച്ച അറിവിൽ കൂടിയാണ് ഞാൻ ശുഭാനന്ദ രൂപത്തെ എൻ്റെ ഹൃദയത്തിൽ എനിക്ക് കാണാൻ സാധിച്ചത്. അത് ബോധപ്പെട്ടാൽ ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യാത്മാക്കളും ഈ ആദർശമായിട്ട് ബന്ധപ്പെട്ട് കഴിയും. കാരണം ആത്മാവിലുള്ള അന്ധകാരങ്ങളെ, അജ്ഞതകളെ, അന്ധവിശ്വാസങ്ങളെ, അനാചാരങ്ങളെ ഒഴിവാക്കുന്ന, അതിനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരറിവാണ് ആത്മബോധം എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ എൻ്റെ സർവസ്വമായി ഞാൻ കാണാൻ ആനന്ദജി ഗുരുദേവ തിരുവടികൾ. കാരണം ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ സമാധിയായി ആനന്ദജി ഗുരുദേവ തിരുവടികൾ കൂടി ഈ ശക്തി പ്രത്യക്ഷപ്പെട്ടു. അങ്ങനെ ശുഭാനന്ദ ഗുരുദേവ തിരുവടികൾ ആരാണെന്ന് ആത്മലോകത്തെ ബോധ്യപ്പെടുത്തിയത് ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ആ തിരുശരീരത്തിൽ കൂടിയുള്ള പ്രവർത്തനം, ആ 26 സംവത്സരത്തെ അതിപ്രയത്നവും ആണ്. ഈശ്വരൻ ആരാണെന്നും ഈശ്വരൻ്റെ അധിവാസം എവിടെയാണെന്നും ഈശ്വരനെ എങ്ങനെ കരഗതമാക്കാമെന്നും ഉള്ള ആ അറിവ് ഒരു ആത്മീയ വിദ്യാലയം പോലെ ഇവിടെ നടത്തിക്കൊണ്ട് ആത്മനാഥനായ അഖിലേശ്വരൻ്റെ അധിവാസത്തിൽ കൂടി ആത്മാവിൻ്റെ സകല അന്ധകാരങ്ങളെ ഒഴിവാക്കുവാൻ ഗുരുവിനെ കൊണ്ട് കഴിയുമെന്നും ഗുരു ഈശ്വരനാണെന്നും ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ ഏകോപിക്കുന്ന ഓങ്കാര പൊരുളാണെന്നും ഈ അണ്ടഘടകങ്ങളെല്ലാം സൃഷ്ടിച്ചതിലെല്ലാം ജീവനും ചൈതന്യവും നീക്കുന്ന അമാനുഷ്യ ശക്തിയാണെന്നും എന്നുമുള്ളവനാണെന്നും ശാശ്വത രൂപനാണെന്നും അത് അകതാരിൽ ഉരുവാകുന്ന രൂപമാണെന്നും ഈ മാംസ ചക്ഷസ കൊണ്ട് കാണുന്ന രൂപമല്ലെന്നും അറിവിൽ കൂടി മാത്രമേ അറിവിൻ്റെ പരിപൂർണ രൂപമായ ഗുരുവിൻ്റെ രൂപത്തെ അവനവൻ്റെ അകതാരിൽ അവനവൻ്റെ ആത്മസ്വരൂപമായിട്ട് കാണുവാൻ കഴിയുള്ളൂന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ആ തിരുവായ്മൊഴി കൂടി എനിക്ക് അനുഭവപ്പെട്ടു. അന്ന് ആ
അനന്തജി ഗുരുദേവ തിരുവടികളിലൂടെ തിരുശരീരത്തിൽ വാഴുന്ന കാലത്ത് അന്ന് തേടിപ്പിടിച്ച ഓരോ സ്ഥലത്തു നിന്നും തേടിപ്പിടിച്ച ഒരാത്മാവിൽ കൂടിയാണ് ഇന്ന് ഓരോ സഭകൾ രൂപപ്പെട്ടിരിക്കുന്നത്. എല്ലാ സഭകളും രൂപപ്പെട്ട ഓരോ സ്ഥലത്തു നിന്നും 1-2 പേരെ ഈ അത്ഭുതമായ വഴികളിൽ കൂടി എത്തിച്ച് അവരിലേക്ക് ഈ ബോധം കൊടുത്ത് അങ്ങനെ ഓരോ സ്ഥലത്തും അങ്ങനെ അനേകായിരങ്ങളെ ഇതിലേക്ക് അടുപ്പിച്ചത് അങ്ങനെയാണ്. ഇരയായ അടിയനെ അനുഭവപ്പെട്ടത് ഗുരുവിനെ ഈ മാംസ ചക്ഷസ് കൊണ്ട് കാണുന്ന രൂപമല്ല, അത് എന്നും ഉള്ളവനാണ്. അകതാരിൽ ഉരുവാകുന്ന ആ രൂപത്തെയാണ് നാം ആരാധിക്കേണ്ടതെന്നും നാം അതിൽ നിന്നുണ്ടായതാണെന്നും നാം അതിൽ എത്തിച്ചേരേണ്ടതാണെന്നും അത് സർവാത്മാക്കളുടെ ഏകാത്മ രൂപമാണെന്നും ആ പരമാത്മ രൂപമാണ് ഇതിലെല്ലാം ജീവനും ചൈതന്യമായി നിൽക്കുന്നതെന്നുള്ള ആ സത്യം ബോധ്യപ്പെട്ടുകൊണ്ടാണ് ഇത്രയും കാലം ഈ ആദർശത്തിൽ തന്നെ ബന്ധപ്പെട്ട് എന്തെല്ലാം ദുഃഖങ്ങൾ വന്നാലും ഏത് ദുഃഖത്തിലും ഒരു മാറ്റമില്ലാത്ത ഒരു സുഖം ദാനം ചെയ്തതിൻ്റെ പേരിലാണ് ഇന്ന് 10,000-കണക്കിന് ആളുകൾ ഈ ആദർശവുമായി ബന്ധപ്പെട്ട് ജീവിക്കാൻ ഇടയായി. ആനന്ദജി ഗുരുദേവൻ്റെ കാലത്ത് 84 അവസാനത്തിൽ ആ സംബന്ധിച്ച് പോയതാണ്. ഗുരുദേവൻ്റെ സമയത്താണ് അവിടെ ചെന്നത്. അളിയൻ്റെ മദ്യപാനത്തിന് ഇതിൽ കൂടുതലോട് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ വന്നപ്പോൾ ആ സംബന്ധിച്ച് പോയതാണ്. അദ്ദേഹത്തിൻ്റെ 3 പെൺമക്കളായിരുന്നു. അത് മദ്യപാനം ആ അവസരത്തിൽ നിർത്തി. മക്കളുടെ 3 പേരുടെയും കല്യാണം നടന്നു. പിന്നെ അങ്ങനെ വിശ്വാസമായിട്ട് പിന്നെ ഓദർശാഖയുമായിട്ട് ബന്ധപ്പെട്ട് അതിലോട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ എന്നെ കഴിവതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു പോയിരുന്നു. ആനന്ദജി ഗുരുവിൻ്റെ സമയത്ത് ഞാൻ 1-2 പ്രാവശ്യം ഇതിനിരുന്നു സ്തുതിക്ക് എനിക്ക് ഒരു അനുഭവം ഉണ്ടായി. ഭഗവാൻ അങ്ങനെ അനുഗ്രഹപ്രകാരം പുഷ്പാർച്ചന നടത്തുന്ന സമയത്ത് സാക്ഷാൽ മഹാപുരുഷൻ്റെ രൂപം കാണാനുള്ള ഒരു അവസരം വന്നു. സ്തുതി സമാപന സമയത്ത് ഒരു പ്രത്യേക അന്ന് സ്തുതി സമാപനത്തിന് ഒരു ആശ്രമത്തിൻ്റെ താഴെയായിരുന്നത്. അന്നേരം വളരെ തേജസ്സായ രൂപങ്ങൾ കണ്ടിട്ടുണ്ട്. അത് ആ ശരീരം ആയിരുന്ന ശരീരമല്ല, പിന്നീട് ഒരു നീല നിറത്തിലുള്ള ഒരു രൂപമാണ് കാണുന്നത്. അത് തുടങ്ങിയാൽ 2-3 പ്രാവശ്യം അത് മാറി എനിക്ക് കാണാൻ കഴിഞ്ഞു. അന്ന് മുതലുള്ള അനുഭവത്തിലാണ് ഞാൻ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളത് സത്യം, ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനെ. അറിവുള്ളോരുള്ളത്തിൽ ഗുരുവുണ്ടെന്നുള്ളത് സത്യം, ആത്മാക്കളിൽ കളിയാടും പരനേ എന്നുടെ ഭഗവാനെ. എൻ്റെ ചേട്ടൻ കുട്ടമേശ്വരി എന്ന് പറഞ്ഞ ആളാണ് ഞങ്ങളവിടെ കൊണ്ടുപോയത്. അവിടുന്ന് പലതരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടുന്ന് എല്ലാം എനിക്ക് ആനന്ദജി ഗുരുദേവനാണ് മാറ്റി തന്നത്. ഒരു പ്രാവശ്യം ആശുപത്രിയിൽ കിടന്നിട്ട് തന്നെ എൻ്റെ മൂത്ത അളിയനും ഇപ്പോഴത്തെ സ്വാമിയായ മാധവൻ സ്വാമിയും കൂടെ കൂട്ടിക്കൊണ്ട് എന്നെ ചെറുകോൽ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് തലേദിവസം അവിടെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ അമ്പോയിട്ട് എഴുന്നേറ്റ് വന്നു പത്മനാഭ സ്വാമിയോട് പറഞ്ഞ് ആ കൊച്ചിന് ഇച്ചിരി നെയ്യ് കൊടുത്തിട്ട് അങ്ങ് പോട്ടെ. ആ ഒരു ശബ്ദം മാത്രം കൊണ്ട് എൻ്റെ അസുഖം മാറിക്കിട്ടി. പിന്നെ അന്ധകാര ശക്തിയിൽ നിന്നും ഇത്രയൊക്കെ ഞങ്ങളെ വളർത്തിയെടുത്തത് ആനന്ദജി ഗുരുദേവനാണ്. ചെറുകോൽ ആശ്രമത്തിൽ ചെന്ന സമയം ചുമ്മാതെ തറയിൽ വിരിച്ച് ഓലക്കീറിട്ട് ഇരുന്ന് കഞ്ഞി കുടിച്ച ഒരവസ്ഥയുണ്ടായിരുന്നു.
ആൾക്കാർ കഞ്ഞി വരുമ്പോൾ മണൽ തെറിച്ച് കഞ്ഞിക്കകത്ത് വീഴുമായിരുന്നു. ആ അവസ്ഥയിൽ നിന്നും ഞങ്ങളെ ഇത്രയും ഉയർത്തിക്കൊണ്ടുവന്നത് ആനന്ദ ഗുരുദേവനാണ്. ഓർക്കുമ്പോൾ വളരെ വിഷമമുണ്ട്. പിന്നെ ഓരോ സ്തുതിക്കും പോകുമ്പോഴും ഭഗവാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ഞങ്ങളെ മനസ്സിലാക്കി തന്നു. മായയ്ക്ക് അടിമപ്പെടുത്തി പോകരുത്, മായയിൽ നിന്നും ജയിക്കാനുള്ള മാർഗം നമ്മൾ തേടിയെടുക്കണം. ഗുരുദേവൻ നമുക്ക് പലതരത്തിലുള്ള ഉപദേശങ്ങളും പറഞ്ഞു തന്നു. നമ്മളാരും അന്യരല്ല, അന്യപ്പെട്ടു പോവുകയുമില്ല. എന്തെല്ലാം മായാന്താരമുണ്ടെങ്കിൽ അവിടെ നിന്ന് നമ്മളെ രക്ഷിക്കും. ആ ഒരു ശബ്ദം മാത്രം നമുക്ക് മതി. ആനന്ദ ഗുരുദേവൻ ഇരുന്ന കാലത്ത് ഇത്രയും ദാരിദ്ര്യത്തിൽ കടന്ന സമയത്തും അവിടുന്ന് ഉയർത്തി പിടിച്ചുകൊണ്ടുവന്നത് ഗുരുദേവനെ. തപസ് കഴിഞ്ഞ് തിരിച്ചിറങ്ങി ഒഴുമ്പോൾ ഒരു വീട്ടിൽ, ഒരു മരണ വീട്ടിൽ കിടന്ന് ആൾക്കാർ കിടന്ന് നിലവിളിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ അവിടെ കടന്നു വന്നിട്ട് ആ കിടന്ന ആളിൻ്റെ പിരിച്ചിരുന്ന തുണിയെടുത്ത് ഭഗവാൻ പുതച്ച് കിടന്നുകൊണ്ട് ഭഗവാൻ പറഞ്ഞ് എൻ്റെ ജീവൻ ആ കുട്ടിക്ക് ഞാൻ കൊടുക്കുക. അങ്ങനെ ആ മരിച്ചു കിടന്ന ആളിനെ ഉയർത്തെഴുന്നേൽപ്പിച്ച ആളാണ് ഭഗവാൻ. ഈ 100-ാം വർഷം നമുക്ക് ശരീരത്തോട് കൂടിയിരുന്നുകൊണ്ട് ഭഗവാനുമായിട്ട് സന്തോഷിച്ച് ആ ഭഗവാനോട് ചേർന്ന് നിന്നുകൊണ്ട് കർമ്മം ചെയ്യാൻ എന്നെ ഒരുക്കണമെന്ന് ഞാൻ താണുവാണ് അപേക്ഷിക്കുന്നത്. അല്ലാതെ എൻ്റെ വലിപ്പമല്ല. എന്തെല്ലാം അസുഖം വന്നാലും ആശുപത്രി കിടന്ന സമയത്തും അമ്പൂറ്റി എന്നെ രക്ഷിച്ച്. കൈ തളർന്ന് കിടന്നപ്പോൾ മോൾ വിളിച്ച് പറഞ്ഞ്, അമ്പൂറ്റി അച്ഛന് വയ്യ, കൈ തളർന്ന്. സാരമില്ല കുഞ്ഞെ, അച്ഛൻ ഈ വരും. ആ ഒറ്റ ശബ്ദപ്രകാരം എൻ്റെ കൈ ആ സമയം മുതൽ എൻ്റെ കൈ ഉയർത്തിപ്പിടിച്ചു. ഇന്ന് ഈ നിമിഷം വരെയും ആ ഭഗവാന്റെ ശക്തി കൊണ്ട് ഞാൻ നിൽക്കുകയാണ്. ആരില്ല എന്തെല്ലാം പറഞ്ഞാലും മരണം കിടക്ക വരെയും ആ ഗുരുപാദമല്ലാണ്ട് എനിക്ക് അഭയം വേറെ ഒന്നുമില്ല. ഒരു ദിവസം, ഒരു വെള്ളിയാഴ്ച ദിവസം നമുക്കിവിടെ നാളികേരമിടുന്ന ദിവസമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങ ചുമക്കാനൊക്കെ ആയിട്ട് നമ്മൾ പോകും അവരുടെ കൂടെ. അങ്ങനെ നമ്മുടെ കാരാഴ്മയിലുള്ള പുരയിടത്തിൽ തേങ്ങയൊക്കെ ഇട്ടിട്ട് സൗദത്തിൽ തേങ്ങ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഓതരയുള്ള ഒരു നാരായണപിള്ളയൊക്കെ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹത്തിന് സൗദത്തിൽ വന്ന് പറഞ്ഞ് സോമനെ അമ്പൂറ്റി വിളിക്കുന്നു പറഞ്ഞു. വന്നപ്പോൾ അമ്പൂറ്റി അവിടെ ഷക്ഷപൂർത്തി മന്ദിരത്തിൻ്റെ അടുക്ക മുറിയിലുണ്ട്. അവിടെ സെക്രട്ടറിയും മറ്റു 3-4 സ്വാമിമാരും അന്ന് കുട്ടൻ സാറെന്നും ഒരാളുണ്ട്. അദ്ദേഹം ഇവരെല്ലാം അവിടെ നിൽപ്പുണ്ട്. അവരെല്ലാം അവിടെ നിൽക്കുമ്പോൾ ഞാൻ അവിടെ കയറി ചെന്നപ്പം അമ്പൂറ്റി എന്നോട് പറഞ്ഞു, കുഞ്ഞെന്ന് പോലെ നമ്മുടെ ആനയുടെ കൂടെ പോകണം, നമുക്ക് നീ പോയി ആനയെ കൊണ്ടു നടക്കാൻ പ്രാപ്തിയൊക്കെ ആകുമ്പോൾ നമുക്ക് ശിവമക്കനെ മാറ്റാം, പിന്നെ നീ മതി ഇവിടുത്തെ ആനക്കാരൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ആനയ്ക്ക് തീറ്റിയിട്ട് കൊടുക്കാൻ പോലും അല്ലെ ആനയെ കാണാൻ സാധാരണ ആൾക്കാർ പോയിരിക്കുന്ന പോലെ ഇരിക്കുന്നൊരു സ്വഭാവം എന്നുള്ള ആളല്ല. പിന്നെ ഒരു 10-24 കൊല്ലം ആനപ്പണിയിലായിരുന്നു. അപ്പോൾ എൻ്റെ ജന്മദിനത്തെക്കുറിച്ച് കൊടുക്കുമ്പോൾ ഞാനിവിടെ വന്നിട്ട് 1-ാമത്തെയോ 2-ാമത്തെയോ ഉത്തരാടത്തിൻ്റെ പക്ഷയാത്രയ്ക്ക് അന്ന് ആനയോടൊക്കെ പോകുന്നതിന് മുമ്പാണ്. പക്ഷയാത്ര വാഴക്കോട്ടും കടവിൽ നിന്ന് തുടങ്ങുന്നത് വരെ മഴ കോളൊക്കെ ഇങ്ങനെ മൂടിക്കെട്ടി നിൽക്കുക. പക്ഷെ തുടങ്ങി അപ്പോഴും മഴ തുടങ്ങി. മഴ മാറുമല്ല, മഴ തുടങ്ങി. പക്ഷെ ആളുകൾ ആരും കയറിപ്പോയില്ല. എല്ലാവരും പക്ഷയാത്രയോട് അന്ന് ഭയങ്കര പാട്ടും പാടി തുള്ളുകയൊക്കെ ചെയ്യും. ഞാനും തുള്ളു നോക്കിയ അവിടെ നിന്ന് ഇവിടം വരെ തുള്ളുകയും ചെയ്തു. എല്ലാ ആളുകളും ഒറ്റ മനുഷ്യരും ഒരു കടയിൽ കയറിയിരിക്കുകയോ കുട പിടിക്കുകയോ ഒന്നുമില്ല. എല്ലാവരും കൈയടിച്ച് പാട്ട് പാടി. ചെണ്ടക്കാരൊക്കെ പോയി കാണുമായിരിക്കും, അതിനെക്കുറിച്ചൊന്നും നമുക്കറിയത്തില്ല. അന്നത്തെ 17 വയസ്സ് 18 വയസ്സ് പ്രായമൊക്കെ കാണത്തുള്ളൂ. അങ്ങനെ ഇവിടെ വന്ന് ആരാധന കയറിയാൻ പറ്റി ഒരു കൽപ്പന ഉണ്ടായി. എൻ്റെ ഘോഷയാത്രയ്ക്ക് പോയി നനഞ്ഞ് ആ കാരണത്താൽ എൻ്റെ കുഞ്ഞുങ്ങൾക്കൊന്നും ഒരു പനി പോലും വരാതെ, അഥവാ ആർക്കെങ്കിലും ഒരു പനിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറിപ്പോകട്ടെ. ഒരു മനുഷ്യന് ഒരു ആപത്തും ഉണ്ടായിട്ടില്ല, സുഖമായി. അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു സംഭവം.
ഭഗവാൻ അതിനകത്ത് ഉദ്ദേശിക്കുന്നത് എളിയവരായ ആളുകളെ, തിന്മയിൽ കൂടി വളരുന്ന ആളുകളെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് നന്മയിലേക്ക് ഉയർത്തി അവരെ നല്ലവരാക്കി ഈശ്വരങ്കിലെത്തിക്കുക. അതാണ് ഭഗവാന്റെ ലക്ഷ്യം. അല്ലാതെ നല്ലവരായി നിൽക്കുന്ന ആൾക്കാരെ നല്ലതാക്കാനല്ല. തിന്മയിൽ കൂടി ജീവിച്ചു തിന്മയായി ബന്ധിച്ച് ജീവിക്കുന്ന ആളുകളെ തിരഞ്ഞു പിടിച്ച് അമ്പൂരിൻ്റെ പാദത്തിലെത്തി ഈ ആദർശത്തെ അമ്പൂരി അവർക്ക് ദാനം ചെയ്ത് അവരെ നന്മയിൽ കൂടി വളർത്തി അവരെ നല്ലവരാക്കി ഉന്നതന്മാരാക്കി തീർക്കാൻ വേണ്ടി ഭഗവാൻ ഈ ആദർശം പ്രവർത്തിച്ച് അതിനുവേണ്ടി ഭഗവാൻ ഇന്നും അന്നും ത്യാഗം സഹിച്ചുകൊണ്ട് വരുന്നു. അന്ന് നമ്മളെ ഭഗവാൻ പല കാര്യങ്ങളും സൂക്ഷിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. സൂക്ഷിക്കാൻ എന്ന് പറഞ്ഞാൽ ഈ ആന ഇടനാട്ടിൽ വെച്ചൊരാളിനെ കൊന്നതിന് ശേഷം ഈ ആന പിടിച്ചുകൊണ്ട് നമ്മൾ കെട്ടിയത് കാരാഴിമ പറമ്പിലാണ്. ഈ അങ്ങനെ ഒരാളിനെ നിൽക്കുന്ന ആനകളുടെ അടുത്ത് സാധാരണ ആൾക്കാരൊന്നും പോകത്തില്ല. ആനകളെ ചെന്ന് ഉപദ്രവിക്കാൻ ആനകളെ കാണാനൊന്നും പോയി നിൽക്കത്തില്ല. എങ്കിൽ പോലും അതിനെ പോലും സൂക്ഷിക്കാൻ വേണ്ടി എന്നെയും അന്ന് ഓമനക്കുട്ടനും പറഞ്ഞ ഒരാളിവിടെ നിൽപ്പുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും രാത്രി അവിടെ കാവൽ കിടത്താൻ പോയി ഇതുവരെ. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് നമ്മൾ സൂക്ഷിച്ച് ജീവിക്കുക. ധർമ്മത്തിൻ്റെ മുതൽ നഷ്ടപ്പെടാതെ നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ നമ്മൾ പ്രാപ്തരാകണം. എല്ലാ കാര്യത്തിലും അമ്പൂരിയുടെ എല്ലാ രംഗത്തും അമ്പൂരിയുടെ ശ്രദ്ധ ഉണ്ടാകും. ഒരിടത്തല്ല, ഒരാൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ അമ്പൂരി അത് അന്വേഷിച്ചറിയും. അതിൻ്റെ കാരണം എന്താണ്? ഗ്രന്ഥത്തിൽ കൂടി ഞാൻ കണ്ടവനല്ല നീ, ഹൃദയത്തിൽ കൂടി കണ്ടവൻ ഞാൻ. ഹൃദയത്തിൽ കൂടി കണ്ടവനാകയാൽ, ഹൃദയത്തിൽ കൂടി കണ്ടവനാകയാൽ, ഹൃദയം കൊണ്ടു ഞാൻ ആരാധിക്കും. എനിക്ക് 12 വയസ്സ് പ്രായമുള്ളപ്പോൾ അന്ന് ഈ ആശ്രമത്തെ പറ്റി യാതൊന്നും അറിവെനിക്കില്ലായിരുന്നു. അന്ന് ഗുരുദേവൻ, ശുഭാനന്ദ ഗുരുദേവൻ തപസ് ചെയ്തു ഇറങ്ങി വന്നത് ഈ മാവേലിക്കരയിലാണ്. വന്ന സമയത്ത് ഈ വീടുകളിൽ ഈ പറകുലത്തിൽ ജനിച്ചതായിരുന്നു ശുഭാനന്ദ ഗുരുദേവൻ. വീടുകളിൽ കയറാനോ മനുഷ്യരെ കാണാനോ ഒന്നും പറ്റാത്ത അവസ്ഥ അന്നത്തെ കാലത്ത്. അങ്ങനെ ഇരിക്കെ പിന്നെ എൻ്റെ അച്ഛൻ്റെ ചിറ്റപ്പനാണ് പപ്പുവാശാൻ എന്ന് പറയുന്നത്. പപ്പുവാശാനെ കണ്ടുമുട്ടി ആദ്യത്തെ ശിഷ്യനാണ് പപ്പുവാശാൻ. പപ്പുവാശാനെ കണ്ടുമുട്ടിയതോടുകൂടി അവിടെ നിന്ന് എല്ലാ വിവരങ്ങളും എല്ലാം ഇങ്ങനെ ചോദിച്ചറിഞ്ഞ് നമുക്ക് പപ്പുവാശാൻ്റെ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞു. അന്ന് പോകാമെന്ന് പറഞ്ഞു. വീട്ടിൽ ഈ സ്വാമി അമ്പോറ്റ് തന്നെ പറയും നമുക്ക് വീട് വരെ പോകാമെന്ന്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ചിറ്റപ്പൻ്റെ ഭാര്യയാണോ കൊച്ചമ്മയാണോ വല്ല അവശത നിലയിൽ ഇങ്ങനെ കിടന്നപ്പം പറഞ്ഞു, ഇങ്ങനെ എല്ലാ ആൾക്കാരും ഒരുപാടും ചുറ്റിനിരുന്ന് ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുത്തുകൊണ്ടിരിക്കുക. ഉടനെ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഈ ചിറ്റപ്പൻ പപ്പുവാശാനും അമ്പൂറ്റയും കൂടെ നിന്ന് പ്രാർത്ഥിച്ചു. അന്നേരം പറഞ്ഞു നിങ്ങൾ കഞ്ഞി അരി അടുപ്പിലിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഈ ശരീരത്തിന് അനക്കം ഉള്ളതായിട്ടൊന്നുമില്ല. അങ്ങനെ മരിച്ച ഒരാളെ ആദ്യത്തെ അത്ഭുതം കാണിച്ചത് അമ്പൂറ്റിയാണ്. അവിടെ നിന്ന് ഒരു കീർത്തനം ചൊല്ലി രണ്ടാമത് ചൊല്ലിയപ്പം കയ്യും കാലും അനക്കാൻ തുടങ്ങി, കണ്ണു തുറന്നു. അപ്പോൾ ഇങ്ങനെ ഭസ്മം വിട്ട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് എഴുന്നേറ്റു. കഞ്ഞിയൊക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പപ്പുവാശാൻ്റെ കൂട്ടത്തിലുള്ള സകല ആൾക്കാരും ഈ അമ്പൂറ്റിയുടെ പാദത്തെ വന്ന് വീണ് ആ ആൾക്കാരെല്ലാം അങ്ങ് കൂടി. അപ്പോൾ ഈ അന്നൊക്കെ പ്രാർത്ഥനയ്ക്കൊക്കെ പോകണം രാത്രിയിലാണ് വീടുകളിൽ പോകുന്നത്. വീടുകളിൽ നിന്നും കയറ്റത്തില്ല. ഇങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛനും അമ്മയും എല്ലാവരും ചേർന്നിരിക്കുമല്ലേ. അപ്പം ഞങ്ങൾ കൊച്ചു പിള്ളേർ ഒന്നും അറിയാത്ത സമയം വർഷത്തിൽ ഒരു പ്രാവശ്യം ഈ ആശ്രമത്തിൽ പോകുന്നത്. ആശ്രമത്തിൽ പോയിച്ച് ഞങ്ങൾ ഇനി പോരും. പിന്നെ അതേപ്പറ്റി ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇരിക്കുക അടുത്തൊരു അമ്മയുണ്ടായിരുന്നു, ഒരു പ്രായമുള്ള. ഈ അമ്മ ഇങ്ങനെ ആശ്രമത്തിൽ പോയിച്ച് വീട്ടിൽ വരിക പതിവാണ്. ഈ ഞായറാഴ്ചയോ മാസത്തിലൊരിക്കലും ഒക്കെ പോകും. അപ്പം ഞാനും എൻ്റെ അമ്മയും അപ്പുറത്തെ ഒരു അമ്മാമ്മയും കൂടെ ഞങ്ങളിങ്ങനെ പശുക്കൾക്ക് പുല്ല് എത്താനൊക്കെ പോകുമ്പോൾ ഈ ഗുരുവിൻ്റെ കാര്യങ്ങൾ, ഈ ക്രിസ്തുവിൻ്റെ കഥകൾ ഇതൊക്കെ പറയും. ഇതെല്ലാം കേട്ട് എനിക്കിതങ്ങ് ഭയങ്കര ചിന്തയാണ്. ഇത് മാത്രമാണ് എൻ്റെ ചിന്ത. അങ്ങനെ എനിക്ക് ഈ അമ്മ ഒരു ദിവസം കൊണ്ട് വരുന്നു. അമ്മ വന്നേച്ച് പോയി ഇച്ചിരി കഴിഞ്ഞപ്പം തൊട്ട് എനിക്കൊന്നും അറിയുന്നില്ല. സന്ധ്യയായപ്പോൾ ഞാൻ തന്നെ ചെന്ന് വിളക്ക് കത്തിക്കുന്നു. അച്ഛൻ വന്നപ്പം അച്ഛനെ ഭക്താന്ന് വിളിക്കുന്നു. ആശ്രമത്തിലെ കീർത്തനങ്ങളൊക്കെ ഞാൻ ചൊല്ലുന്നു.
അപ്പോൾ അറിഞ്ഞറിഞ്ഞ് ആൾക്കാർ വരാൻ തുടങ്ങി. ഇങ്ങനെ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പം ഒരുപാട് ആൾക്കാർ വന്ന് കള്ളം തെളിക്കാൻ വരുന്നു, പിന്നെ ഓരോരോ ഉപദ്രവങ്ങൾ മാറ്റാൻ വരുന്നു. അതൊക്കെ ഞാൻ ഈ വിളക്കിൻ്റെ അടുത്ത് നിന്ന് അങ്ങ് മാറ്റുമോ, നമുക്കൊന്നും അറിയുന്നില്ല, 12 വയസ്സല്ല ഉള്ളൂ. അങ്ങനെ ഇരിക്കും ഒരു കള്ളം തെളിക്കാൻ വന്നു. കള്ളം തെളിക്കാൻ വന്നപ്പം ആ ആളിനെ അറിഞ്ഞ് അവർ നമ്മളിൽ വഴക്കായി. അന്ന് അച്ഛൻ ആശ്രമത്തിൽ അറിയിച്ചു, ഇന്നതുപോലെ ശക്തി ഇങ്ങനെ നിൽക്കുവാന്ന് പറഞ്ഞു. അവിടുന്ന് സ്വാമിമാരും വന്നു. എൻ്റെ ഒരു ചേച്ചിയായിരുന്നു സന്യാസിനി ചെല്ലമ്മ ചേച്ചി മരിച്ചുപോയി. ഞങ്ങൾ രണ്ടിനെയും കൂടെ എനിക്ക് കൂട്ടായിട്ട് ആശ്രമത്തിൽ കൊണ്ട്, അന്ന് മാവേലിക്കരയിലാണ്, ചെറുകോലല്ല, സമാധി മണ്ഡപത്തിൽ. അന്ന് അവിടെ എന്നെ കൊണ്ടുപോകുന്നത്. 1 മാസം കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ശരീരത്തിൽ നിന്ന് ഈ ശക്തി മാറുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഈ ശക്തിയിൽ ഇരിക്കുമ്പം തന്നെ പറയുന്നുണ്ട് ഇവിടെ ആശ്രമം വേണമെന്നും, ഇവിടെ ആശ്രമത്തിനുള്ള സ്ഥലം കൊടുക്കണമെന്നും, ഓതറ ആശ്രമം വേണമെന്നും പറഞ്ഞ് സ്ഥലം കാണിച്ചിടം അളന്നതാണ്. അത്രയും സ്ഥലമാണ് ആശ്രമം ഇരിക്കുന്നത്. ഞാൻ എത്ര ആണെന്നൊന്നും ഒന്നും എനിക്കില്ല. അവരളന്നപ്പം ഞാൻ പറഞ്ഞു അത്രയും സ്ഥലം. ഞാനല്ല, അമ്പൂറ്റി ഇങ്ങനെ എന്നെ പറയിപ്പിച്ച്. അന്ന് ആശ്രമത്തിൽ എവിടെല്ലാം നടന്ന് എന്തെല്ലാം ഈ ഓരോരുത്തരെയും ഓരോ വീടുകളിലും നടന്നെല്ലാം മേടിച്ചു കൊടുത്ത്. അന്നൊക്കെ ഇതുപോലുള്ള സൗകര്യങ്ങളോ ആൾക്കാരോ ഇല്ലല്ലോ, ആളൊക്കെ കുറവല്ലേ. ചെറിയ ഒരു ആശ്രമം കണ്ടിട്ടുണ്ടോ, പഴയ ആശ്രമം, ആ ആശ്രമം. പിന്നെ ഇപ്പോൾ അതങ്ങ് വലുതായി. പിന്നെ ആശ്രമത്തിൽ പോയി പിന്നെ ആണ്ട് തോറും പോവുക, എല്ലാ ആൾക്കാരും വരാൻ തുടങ്ങി. അങ്ങനെയുള്ള അറിവൊക്കെ എനിക്കറിയാവൂ. ചെറുപ്പകാലത്ത് ആനന്ദജി ഗുരുദേവൻ്റെ കാലത്ത് എനിക്ക് 7, 8, 9 വയസ്സൊക്കെ ഉള്ളൂ. വലിയ തിരിച്ചറിവൊന്നും ഇല്ലാത്ത കാലം അച്ഛന് ആശ്രമത്തിൽ പോകുമായിരുന്നു. അവിടെ ചെന്ന് ആനന്ദജി ഗുരുദേവൻ്റെ അന്നത്തെ ക്ഷീണാവസ്ഥയിലൊക്കെ അച്ഛന് അവിടെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യും. അച്ഛനൊരു ഡയറി ഉണ്ടായിരുന്നു, അതിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു 25,000 രൂപ അന്ന് കൊടുത്തിരുന്നുവെന്നും, പിന്നീട് ആശ്രമത്തിൽ നിന്ന് ചെറുകോലിൽ നിന്നും കുലായിക്കിലെന്നും ബുധനൂന്നും അവിടെ ഓല വെട്ടാനും ആശ്രമങ്ങൾ മേയാനും ഒക്കെ ഓല വെട്ടാനൊക്കെ ധാരാളം ഭക്തന്മാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛന് അന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് തീണ്ടലും തൊടിയിലും ഒക്കെയുള്ള കാലമാണ്. അച്ഛനന്ന് അമ്മയോട് ഓടി വന്ന് പറയും, ഈ ശിവാനന്ദ ഗുരുദേവൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ട്, അവർക്ക് മുറ്റത്തിരുത്തി ഭക്ഷണം കൊടുക്കരുത്, തിണ്ണയിലിരുത്തി കൊടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളിതൊക്കെ കാണാൻ കൂട്ടുകുടുംബമായതുകൊണ്ട് 21 കുട്ടികളുണ്ടായിരുന്നു ഞങ്ങൾ. അപ്പോഴേ ഞങ്ങളെ അവിടെ പിന്നെ ഇവർ കഴിക്കുന്നതെല്ലാം കാണാൻ ഞങ്ങൾ ഇങ്ങനെ പിന്നെ പോകുമായിരുന്നു. കഴിക്കാൻ ഞങ്ങൾ ഇങ്ങനെ കാണാൻ പോകുമായിരുന്നു, അടുത്ത് ചെന്നിരിക്കുമായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഓലയൊക്കെ വെട്ടി അവിടുന്ന് അച്ഛനെ ഒത്തിരി പിന്നെ ഭക്ഷണ സാധനങ്ങൾ എന്ന് വെച്ചാൽ കപ്പ കാച്ചിൽ, പിന്നെ ചേന, തേങ്ങ, വെളിച്ചെണ്ണ, അരി എന്നിവകളെല്ലാം കാളവണ്ടിയിൽ ഓലക്കെട്ടും എല്ലാ സഹിതവും ശിവാനന്ദാശ്രമത്തിൽ കൊടുത്തു വിടുമായിരുന്നു. അന്ന് ഒരു നാണയമാണ്, വെറ്റിയും പാക്കും നാണയവും എടുത്തുകൊണ്ട് വരാൻ പറയും. അപ്പോഴന്ന് ദക്ഷിണ വെക്കുമ്പോൾ അന്ന് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. പിന്നെ ഞാൻ ആശ്രമത്തിൽ വന്ന് ഗുരുപൂജാനന്ദ സ്വാമിയാണ് എന്നെ സത്യം കേൾപ്പിച്ചത്. അന്നാണ് ആ 1 രൂപയുടെയും പാക്കിൻ്റെയും വെറ്റയുടെയും മഹത്വം ഞാൻ അറിയുന്നത്. ഉത്രാടം ജന്മനക്ഷത്രം എന്ന് പറഞ്ഞാൽ ലോകം മുഴുവനും ആഘോഷിക്കുകയല്ലേ. ഇപ്പോൾ ലോകം മുഴുവനും ആഘോഷിക്കുന്നു, ലോകരെല്ലാം അറിയുന്നു. പിന്നെ പല ആൾക്കാരോട് ഞാനും പറയുന്നു, ഇപ്പോഴത്തെ നമ്മുടെ ഉത്രാടം നക്ഷത്രത്തിൻ്റെ ജന്മശതാബ്ദിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഒരു ദിവസം എൻ്റെ കൂടെ വരണേ, ഞാൻ നിങ്ങളെല്ലാവരെയും കൊണ്ട് പോയി കാണിക്കാം, നിങ്ങളോട് വന്ന് കണ്ടെങ്കിലേ അതെന്താണെന്ന് മനസ്സിലാവും. ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല, എന്നാലും 2 പേരെ കൂടെയെങ്കിലും കൊണ്ടുവരണമെന്ന് വിചാരിക്കുന്നത്. നമ്മളതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഭക്തന്മാരുടെ കുടുംബങ്ങളെല്ലാം രക്ഷപ്പെട്ടില്ലേ, ഒരു കുടുംബം പോലും അധപ്പതിച്ചു പോയില്ലല്ലോ. ഭഗവാനാണെങ്കിൽ കരുതിയും കരുണയും കാവലും നമ്മളെ എല്ലാം എങ്ങനെ എന്തോ വർണ്ണിക്കണ്ടേ, എങ്ങനെ പറയണ്ടേ ഒന്നും അറിയാൻ വയ്യാത്ത രീതിയിൽ നമ്മളിങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആത്മാത്മപ്രകാശമായി വാഴുന്നു. ഉത്കൃഷ്ടബോധമാണീശ്വരൻ, ആത്മാത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. അന്ധത ആത്മാവിൽ വന്നിടാതെന്നും ആത്മപ്രകാശമായി വാഴുന്നു. ഭഗവാൻ കരുണാനിധിയല്ലായിരുന്നു. സ്നേഹവാത്സല്യം, അളവില്ലാത്ത ജ്ഞാനം, അളവില്ലാത്ത സ്നേഹവും സന്തോഷവും ആനന്ദവും
ഒരുപോലായിരുന്നു നമുക്ക് ആഹാരം കഴിക്കാനില്ലെങ്കിലും ഇതൊന്നും അറിയാത്ത ഒരവസ്ഥയിൽ സുഖത്തിൻ്റെ സ്വർഗം, അതായത് നമ്മൾ ഈ സന്നിധാനത്തിൽ നിന്ന് കഴിഞ്ഞ് ഒരു ദിവസം പോന്നോ ഒരു മാസം പോന്നോ ഒന്നും അറിയാത്ത ഒരവസ്ഥയിലാണ് നമ്മളെ ഭഗവാൻ ഇവിടെ നിർത്തി വളർത്തിക്കൊണ്ടുവന്നത്. അതിനൊരിക്കലും അതിനെ വർണ്ണിച്ച് പറയാനൊന്നും പറ്റാത്ത രീതിയിലുള്ള ഒരവസ്ഥയാണ്. അത്ര മതിമറന്നൊരു ആനന്ദമായ സ്വർഗത്തിൽ ദൈവത്തോടൊത്ത് ജീവിച്ച ഒരു കാലയളവ്. അപ്പോൾ ഇന്നും അതിന് മാറ്റമില്ല, എങ്കിലും അന്ന് ആ ഒരവസ്ഥയിലാണ് നമ്മളെയൊക്കെ നിർത്തി ഭഗവാൻ വളർത്തിക്കൊണ്ടുവന്നത്. കുഞ്ഞു പ്രായം തൊട്ടേ ഭഗവാന്റെ പാദത്തിൽ വരാനും പ്രാർത്ഥനകളിൽ പങ്കുകൊള്ളാനും സ്തുതികളിൽ പങ്കുകൊള്ളാനും ഒക്കെ വീട്ടിൽ നിന്ന് വരുമ്പോഴേ സാധിച്ചത് കുഞ്ഞായിരുന്നപ്പോൾ തൊട്ടേ. അപ്പോൾ അങ്ങനെ ഭഗവാന്റെ അടുത്ത് വന്ന് 77-78 ഞാൻ അന്തേവാസിയായി. പക്ഷേ ഭഗവാൻ എൻ്റെ ഗുരുദേവൻ സമാധിയായി കഴിഞ്ഞ് 106ാമത് പൂരം കഴിഞ്ഞപ്പം ഭഗവാൻ സമാധിയായി 88. പിന്നെ ഗുരുപ്രസാദ് അമ്പൂറ്റിയുടെ വാഴ്ചക്കാലത്ത് ഞങ്ങൾക്ക് 110ാമത് പൂരത്തിൽ ഞങ്ങൾക്ക് 10 പേർക്ക് ഒരുമിച്ച് കാഷായം തന്ന്. അതിലിപ്പം ഞങ്ങൾ 3-4 പേരൊക്കെ ഉള്ളു, ബാക്കിയുള്ളവരൊക്കെ മരിച്ച്. ഈശ്വരൻ ഗുരുവായിട്ട് ഭൂമി വന്നല്ലേ, ആ ഗുരുവിൽ കൂടെ അല്ലേ നമുക്ക് ജന്മാന്തര ജ്ഞാനോപദേശം ഭഗവാൻ പറഞ്ഞു തരുന്നത്. ഈ ജന്മാന്തര ജ്ഞാനോപദേശം എന്ന് പറയുന്നത് തന്നെ സർവജ്ഞാനമാണ്. സർവത്തിനെയും ഉൾക്കൊണ്ട് വാഴുന്ന സർവശക്തിയാണ്. സർവ്വതിൽ നിറഞ്ഞു വാഴുന്ന ആദിപരാശക്തിയാണ്. ലോകസൃഷ്ടിക്ക് മുൻപേകനായിരുന്ന പരമാനന്ദ സമ്പൂർണനാണ് ഈ ലോകത്തിൽ കലിയുഗത്തിൻ്റെ അന്ത്യാവേളയിൽ ശുഭാനന്ദ തിരുനാമത്തിൽ അവതാരമായി വന്ന് തിരുശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ച് ലോകാന്ത്യം വരെയും വാഴുവാൻ നിയമം പാസാക്കി ഈ ജ്ഞാനത്തെ ഇനി ജനിച്ചു വരുവാനുള്ളവർക്ക് പോലും ഇതിനെ കൊടുത്ത് നല്ല സത്തുക്കളാക്കി ആ ആദ്യ അവസ്ഥയെ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നതുപോലെ തന്നെ ആ നല്ലൊരവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് എത്തിക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ഓരോ തിരുശരീരത്തിലും, അതായത് എൻ്റെ ഗുരുദേവൻ്റെ തിരുവാഴ്ചക്കാലത്തായി 26 തിരുവർഷക്കാലവും ഭഗവാൻ ഇങ്ങനെ നമ്മളിത് ലോകത്തിലേക്കൊന്ന് ഈ 12 വെള്ളിയാഴ്ച തന്നെ അതിനെ ലോകത്തിലേക്കൊന്ന് കൊണ്ടുവന്ന് അറിയിക്കാൻ വേണ്ടി ഇങ്ങനൊരു തീർത്ഥാടനത്തെ കുറിച്ച്, എന്നിട്ട് ഇതിനെല്ലാം ഒരുക്കി അങ്ങോട്ട് ഒരുക്കുക. പിന്നെ രാപകലന്യം പോറ്റിക്ക് ഉറക്കവുമില്ല, ആഹാരവുമില്ല, ഒന്നുമില്ല, വിശ്രമമില്ലാത്ത പരിശ്രമം. ഏത് സമയത്ത് ആര് വന്നാലും അവരെ കാണുക, അവർക്ക് വേണ്ടുന്ന ജ്ഞാനങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ ദുഃഖങ്ങളെ ഒഴിവാക്കുക, സന്തോഷിപ്പിക്കുക. അപ്പോൾ അങ്ങനെ അളവില്ലാത്ത ആനന്ദത്തെ ലോകത്തിലേക്ക് പകർന്ന് അങ്ങോട്ട് തന്നു നമ്മളെയൊക്കെ ലോകത്തിലുള്ള സർവാത്മാക്കൾ ഇത് അറിഞ്ഞ് ജീവിക്കണം. ദൈവം ഈശ്വരൻ ഗുരുവായിട്ട് ഈ ഭൂതലത്തിൽ വന്ന് പരമാത്മാവാണ് ഈ ലോകത്തിൽ വന്ന് പറയാനല്ല വന്നത്, പിന്നെയോ സൃഷ്ടി ഉത്ഭവ കാരണഭൂതനാകുന്ന പരമാത്മാവാണ് ഈ ലോകത്തിൽ വന്ന് വാഴുന്നതെന്ന് ലോകത്തെ തെളിയിച്ച് അറിയിച്ച് അനുഭവമാക്കാൻ വേണ്ടിയാണ് ഭഗവാൻ ത്യാഗം സഹിച്ച് വാഴുന്നത്, ഇന്നും വാഴുന്നത്. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, കണ്ടേൻ ഞാനെൻ ഗുരുരൂപം, എൻ്റെ ആത്മസ്വരൂപമായി വാഴും രൂപം, അഖിലാണ്ട ജ്യോതി സ്വരൂപമായി എൻ്റെ അകതാരിലുരുവായി വാഴും രൂപം. കണ്ടേൻ ഞാനെൻ ഗുരുരൂപം.